ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ലൈസൻസ് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു വീഡിയോ സീരീസിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലോട്ടാണ് നമ്മൾ പോകുന്നത്. മൂന്നാമത്തെ ലെസൺ നമ്മളിന്ന് നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓൺ ആക്കുകയാണ്. അപ്പോൾ മുകളിലത്തെ 2 ലെസൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് 98 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 98 ക്വസ്റ്റ്യൻസ് ആണ് യൂസിങ് എക്സ്റ്റേണൽ ലൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ആർ യു entitled to drive with your daytime running lights on in these weather condition? ഓക്കെ, അതായത് നമ്മൾ ഡേ ടൈം റണ്ണിങ് ലൈറ്റ് നമ്മൾ ഓണാക്കി ഈ ഒരു വെതറിൽ, അറിയാമല്ലോ, സ്നോയൊക്കെ മൂടി കിടക്കുകയാണ്, റോഡ് ഫുള്ള് സ്നോ ആണ്. അപ്പോൾ ഈ ഒരു വെതറിൽ നമ്മൾ ഡേ ടൈം ലൈറ്റ്, നമ്മുടെ ഹെഡ് ലൈറ്റ് അത് ഓണാക്കി നമ്മൾ ഓടാൻ ബാധ്യസ്ഥനാണോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ യെസ് ആണ്. നമ്മൾ ലൈറ്റ് ഓണാക്കി വേണം ഓടിക്കാനായിട്ട്. ചില സാഹചര്യങ്ങളിൽ യൂറോപ്പിൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ലൈറ്റ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ നമ്മുടെ അവർ ലൈറ്റ് ഓണാക്കി ലൈറ്റ് ഇട്ടിട്ടില്ല എന്ന് പറയും കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആർ യു ഒബ്ലിഗേറ്റ് ടു സ്വിച്ച് ഓൺ യുവർ ഹസാർഡ് ലൈറ്റ്സ് ബിയോണ്ട് ദിസ് സൈൻ ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ദി ഡാമേജ്ഡ് വെഹിക്കിൾ ഇൻ സ്റ്റേഷനറി? അപ്പോൾ ഇതിൻ്റെ ആൻസർ യെസ് എന്നാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈൻ എന്ന് പറയുന്നത് നോ സ്റ്റോപ്പിംഗ് ആൻഡ് നോ വെയിറ്റിംഗ് എന്നാണ് കേട്ടോ. ഇതിൽ ഒറ്റ ലൈനായിരുന്നെങ്കിൽ അത് നോ വെയിറ്റിംഗ് എന്നാണ്. ഇവിടെ നമ്മൾ വാഹനം നിർത്തിയിടാനും പാടില്ല. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഏരിയയുടെ അടുത്ത് പുറകിൽ വെച്ചിട്ട് നമ്മുടെ വാഹനത്തിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഹസാർഡ് ലൈറ്റ് ഓണാക്കിയിടണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ആൻസർ ഇതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യു ഇൻറ്റൻഡഡ് ടു കണ്ടിന്യൂ ഓൺ എ പ്രയോറിറ്റി റോഡ്, ഡു യു ഹാവ് ടു ടേൺ ഓൺ യുവർ റൈറ്റ് ഇൻഡിക്കേറ്റർ? ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ നമുക്ക് എന്താണെന്ന് കാണാം ആദ്യം. വീഡിയോ ആണ്, ഇൻ്റർനെറ്റ് കുറവാണെന്ന് തോന്നുന്നു കേട്ടോ, പ്ലേ ആവുന്നില്ല. Okay, question, you intended to continue on a priority road, do you have to turn on your indicator? Yes ആണ് അതിൻ്റെ ആൻസർ. കാര്യം എന്താണ്? പ്രയോറിറ്റി റോഡെന്ന് പറയുന്നത് ഇത് മനസ്സിലായോ? ഇവിടെ 2 കാര്യമുണ്ട്. ഒന്ന്, ഈ ഒരു യെല്ലോ ഡയമണ്ടിന് പുറത്ത് ഈ ഒരു വൈറ്റ് ഡയമണ്ട് ബാക്ക്ഗ്രൗണ്ടുള്ള ആ ഒരു റോഡെന്ന് വെച്ചാൽ അത് പ്രയോറിറ്റി റോഡാണ്. അവിടെ പ്രയോറിറ്റി എങ്ങനെ പോകണമെന്ന് ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു റോഡ് കണ്ട, ഈ ഒരു ടേൺ, അപ്പം നമ്മൾ ഈ റോഡ് വരുമ്പോൾ നമുക്കാണ് പ്രയോറിറ്റി. ഇവിടെ നിന്ന് ജോയിൻ ചെയ്യണ റോഡാണ് ഈ കാണുന്നത്, ഇപ്പുറത്ത് ഇവിടെ നിന്ന് ജോയിൻ ചെയ്യണ റോഡ്. സോ നമുക്കാണ് പ്രയോറിറ്റി. എന്നിരുന്നാലും ഇൻഡിക്കേറ്റർ ഇടുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, സോ യു ഇൻറ്റൻഡ് ടു കണ്ടിന്യൂ ഓൺ എ പ്രയോറിറ്റി റോഡ്, ഡു യു ഹാവ് ടു ടേൺ ഓൺ യുവർ റൈറ്റ് ഇൻഡിക്കേറ്റർ? യെസ്, റൈറ്റ് വലതുവശത്തെ ഇൻഡിക്കേറ്റർ നമ്മൾ ഓണാക്കണം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു ആർ എബൌട്ട് ടു ടേൺ ലെഫ്റ്റ് അറ്റ് ദി നെക്സ്റ്റ് ഇൻ്റർസെക്ഷൻ. ഓക്കെ, ഡു യു ഹാവ് ടു ടേൺ ഓൺ യുവർ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ? നമുക്ക് സാഹചര്യം എന്താണെന്ന് നോക്കാം. അടുത്ത കവലയിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് തിരിയാനുള്ളതാണ്. നമ്മുടെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഓൺ ആക്കണമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇത് ഇങ്ങനെ വരുന്നു. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് തിരിയണം. യെസ്, ഉറപ്പായിട്ടും നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടണം. പക്ഷേ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലത്തേക്കാണ് പ്രയോറിറ്റി. കണ്ടോ, വലത്തേക്കാണ് പ്രയോറിറ്റി. നമ്മൾ ലെഫ്റ്റ് തിരിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം.
അപ്പോൾ എന്തായാലും ഇൻഡിക്കേറ്റർ ഓൺ ആക്കണം. ഏത് വശത്തേക്ക് പോയാലും നമ്മൾ ഇൻഡിക്കേറ്റർ ഓൺ ആക്കണം. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. യു ആർ എബൌട്ട് ടു കണ്ടിന്യൂ ഓൺ എ പ്രയോറിറ്റി റോഡ്. ഡു യു നീഡ് ടു യൂസ് യുവർ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ? ഓക്കെ, ഇതെന്തായാലും വീഡിയോ പ്ലേ ആയി ഭാഗ്യം. ഇത് കണ്ടോ, 50 സ്പീഡ് ലിമിറ്റാണ്. നമ്മൾ പ്രയോറിറ്റി റോഡിലാണ്. അവിടെ പെഡസ്ട്രിയൻ വന്നു കഴിഞ്ഞാൽ ചവിട്ടണം. പ്രയോറിറ്റി റോഡെന്ന് പറയുമ്പോൾ അതായത് കണ്ടോ, ഇതാണ് പ്രയോറിറ്റി. വലിയ രീതിയിൽ റോഡിന് കൊടുത്തേക്കുന്നതാണ് പ്രയോറിറ്റി. അവിടെ നിന്നും കണക്റ്റ് ആവുന്നവർ ചവിട്ടി കൊടുക്കണം, ഇവിടുന്ന് വരുന്നവരെ കയറ്റി വിടണം. അതാണ് പ്രയോറിറ്റി. എന്തായിരുന്നാലും നമ്മൾ ഇൻഡിക്കേറ്റർ ഇടണം. അതാണ് അതിൻ്റെ ആൻസർ കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആർ യു പെർമിറ്റഡ് ടു യൂസ് ദി റിയർ ഫോഗ് ലൈറ്റ്സ് ഇഫ് ഫോഗ് റെസ്ട്രിക്റ്റ് വിസിബിലിറ്റി ടു എ ഡിസ്റ്റൻസ് ഓഫ് 100 മീറ്റർ? അത് നോ ആയിരിക്കും എൻ്റെ ആൻസർ. നമുക്ക് നോക്കാം. കാര്യം എന്താ അറിയോ, 60 മീറ്ററിന് താഴെ 50 മീറ്ററിന് താഴെയൊക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ റിയർ ഫോഗ് ലാമ്പ് ഓൺ ആക്കിയാൽ മതി. എന്തായാലും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇനി വരും. ഞാൻ മുന്നേ പഠിച്ച ഒരു ഓർമ്മയിൽ പറഞ്ഞതാണ്. ഓക്കെ, ആർ യു പെർമിറ്റഡ് ടു യൂസ് റിയർ ഫോഗ് ലൈറ്റ്സ് ഇഫ് ഫോഗ് റെസ്ട്രിക്ട്സ് വിസിബിലിറ്റി ടു എ ഡിസ്റ്റൻസ് ഓഫ് 100 മീറ്റർ? 100 മീറ്റർ ഡിസ്റ്റൻസ്, ആ ഒരു ഡിസ്റ്റൻസിലൊക്കെ നമുക്ക് ഫോഗ് ഉള്ളൂന്നുണ്ടെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല പുറകിലത്തെ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദി പ്രസൻറ്റഡ് സിറ്റുവേഷൻ in a built-up area, do you have to indicate that you have parked a broken down car off the road by turning on the emergency light? ഇതിൻ്റെ അർത്ഥം, എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ ബിൽട്ടപ്പ് ഏരിയയിൽ നമ്മൾ എമർജൻസി ലൈറ്റ്സ് ഓൺ ആക്കേണ്ട കാര്യം ഇല്ലെന്നാണ്. നോക്കാം. യെസ്, കറക്റ്റാണ്. കാര്യം ഞാൻ പഠിച്ചത് ഓർമ്മയുണ്ട് എനിക്ക്. ഇൻ ദി പ്രസൻറ്റ് സിറ്റുവേഷൻ ഇൻ എ ബിൽട്ടപ്പ് ഏരിയ ഡു യു ഹാവ് ടു ഇൻഡിക്കേറ്റ് that you have parked a broken down car off the road by turning on emergency lights. അതായത് ഹസാർഡ് ലൈറ്റ്സ് ഇല്ലേ, നമ്മൾ 4 ഇൻഡിക്കേറ്റേഴ്സ് ഓണാക്കി മറ്റുള്ളവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്യണമെന്നാണ്. വേണ്ട, ഈ ഒരു ബിൽട്ടപ്പ് ഏരിയയിൽ ഇതുപോലുള്ള ഒഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത 4 ഇൻഡിക്കേറ്ററും കാര്യങ്ങളും മറ്റ് സംഭവങ്ങളും ഇടേണ്ട കാര്യമില്ല. അതേസമയത്ത് ഹൈവേയിലോ മോട്ടോർ വേയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഹസാർഡ് ലൈറ്റ് ഇടണം. അവിടെ നിന്ന് 100 മീറ്റർ അപ്പുറത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ നമ്മുടെ ട്രയാങ്കിൾ വയ്ക്കണം, റിഫ്ലക്ടർ. ഓക്കെ, സോ അതിൻ്റെ അർത്ഥം നോ ആണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8ാമത്തെ ചോദ്യം. ആർ യു അലൗഡ് ടു ഡ്രൈവ് വിത്ത് ദി ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് ഓൺ ഇൻ ഡിക്രീസ്ഡ് എയർ ക്ലാരിറ്റി? ഓക്കെ, അതായത് നമ്മുടെ ആ ഒരു എന്താ പറയുക, എയർ ക്ലാരിറ്റി ഡിക്രീസ് ആവുന്ന ആ ഒരു ടൈമിൽ ഡേ ടൈം റണ്ണിങ് ലൈറ്റ് വെച്ച് ഓടാൻ അനുവദനീയമാണോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളെ വണ്ടിയായിട്ട് ഇത് സങ്കല്പിക്കുക. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ എന്താ പറയുക, ഈ ഫ്യൂ മിനിറ്റ്സ് എന്ന് അവർ ചോദിച്ചിട്ടുണ്ട്. ഇഫ് യു ഗെറ്റ് സ്റ്റക്ക്ഡ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ് ഇൻ എ ട്രാഫിക് ജാം ബിറ്റ്വീൻ അതർ കാർസ് ഇൻ ദി സെയിം ലൈൻ, ക്യാൻ യു ടേൺ ഓഫ് ദി ലൈറ്റ്സ്? നമ്മൾ ഇട്ടേക്കുന്ന ഡേ ടൈം ഹെഡ് ലൈറ്റ് ഓഫ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അതൊരിക്കലും അങ്ങനെ ഓഫ് ചെയ്യാൻ പാടില്ല. പക്ഷേ നമ്മളിങ്ങനെ റെയിൽവേ ഗേറ്റിൻ്റെ മുന്നേയൊക്കെ ചെന്നൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 20 മിനിറ്റ്സൊക്കെ നമ്മൾ നിർത്തിയിടുന്നെങ്കിൽ വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ചെയ്ത് ലൈറ്റൊക്കെ ഓഫ് ആക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ യെസ് ആണ് കേട്ടോ. ഇഫ് യു ഗെറ്റ് സ്റ്റക്ക്ഡ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ് ഇൻ എ ട്രാഫിക് ജാം ബിറ്റ്വീൻ അതർ കാർസ് ദി സെയിം ലൈൻ, ക്യാൻ യു ടേൺ ഓഫ് ലൈറ്റ്സ്? യെസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ യെസ് ആണ്. ഇഫ് യു ഗെറ്റ് സ്റ്റക്ക്ഡ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ് ഇൻ എ ട്രാഫിക് ജാം ബിറ്റ്വീൻ അതർ കാർസ് ഇൻ ദി സെയിം ലൈൻ, ക്യാൻ യു ടേൺ ഓഫ് ദി ലൈറ്റ്സ്? യെസ് ആണ് കേട്ടോ. നമ്മൾ കുറച്ച് സമയം നമ്മൾ ഇതുപോലെ സ്റ്റക്കായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹെഡ്ലൈറ്റ് സംഭവങ്ങളൊക്കെ നമുക്ക് ഓഫ് ചെയ്തിടാം. പിന്നെ എൻജിൻ ഓഫ് ചെയ്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചിലപ്പോൾ ചില റെയിൽവേ ഗേറ്റിൻ്റെയൊക്കെ മുമ്പ് പോയിട്ട് നമ്മൾ ഇതുപോലെ 20 മിനിറ്റ് അരമണിക്കൂറൊക്കെ ട്രെയിൻ ക്രോസ് ചെയ്ത് പോകാനൊക്കെ നിൽക്കുന്നെങ്കിൽ നമുക്ക് ഓഫ് ചെയ്തിടാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വെൻ slightly changing your path within the line you are taking, are you obligated to signal it earlier with an indicator? അതായത് നമ്മൾ നിൽക്കുന്ന ലൈനിൽ നിന്ന് നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ എന്താ പറയുക, കറക്റ്റായിട്ട് slightly change your path within the line you are taking, are you obligated to signal it earlier with an indicator? നമ്മൾ earlier എന്ന് വെച്ചാൽ ഒരുപാട് മുന്നേ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. നോ ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ജസ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിനും ഇത്ര സെക്കൻഡ് മുമ്പേ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടാൽ മതി. അതായത് ഒരു കിലോമീറ്റർ മുമ്പേ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് വരേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് വന്ന് ഈ റോഡിലോട്ട് കണക്ട് ചെയ്യുന്നെങ്കിൽ ഇവിടെ കയറുന്ന സമയത്ത് ഇട്ടാൽ മതി. അപ്പോൾ ഇവിടുന്ന് വരുന്ന വണ്ടികൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
അപ്പോൾ ഇൻ ദിസ് സിറ്റുവേഷൻ ആർ യു അലൗഡ് ടു ടേൺ ഓഫ് എക്സ്റ്റേണൽ ലൈറ്റ്സ് ഓഫ് ദി വെഹിക്കിൾ ഇഫ് യു സ്റ്റോപ്പ്ഡ് ദി വെഹിക്കിൾ ഫോർ ലോങ്ങർ ദാൻ 1 minute and there are other vehicles in front and behind you. ഒരു മിനിറ്റിൽ കൂടുതൽ നമ്മളെ വാഹനം നമ്മൾ പിന്നെ നിർത്തി ഇട്ടേക്കുകയാണെങ്കിൽ നമ്മളെ മുന്നിലും പുറകിലൊക്കെ വണ്ടികളുണ്ടാവും. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മുടെ എക്സ്റ്റേണൽ ലൈറ്റ്സ്, അതായത് പുറത്തുള്ള നമ്മുടെ ലൈറ്റുകൾ ഓഫ് ചെയ്യാൻ അനുവദനീയമാണോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അത് യെസ് ആണ്, നമുക്ക് ഓഫ് ചെയ്യാം. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ വേറൊരു ടൈപ്പാണ്. So while overtaking a cyclist in conditions of limited visibility outside a built-up area, should you use short horn signals? Okay, അതായത് നമ്മൾ ഒരു സൈക്ലിസ്റ്റിനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ, അതായത് ലിമിറ്റഡ് വിസിബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് കാഴ്ച കുറയും. അതായത് ആ സമയത്ത് ചിലപ്പോൾ ഫോഗോ സംഭവങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഹോൺ അടിക്കണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ യെസ് ആണ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു രീതിയിൽ അവർ ചോദിക്കും. അതായത് നമ്മൾ ഹോൺ അടിച്ച് അവരെ പേടിപ്പിക്കണമെന്ന്, അത് പാടില്ല. ഈ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ നമുക്ക് വെട്ടം കാണാൻ പറ്റില്ല, ലോ വിസിബിലിറ്റി ആണ്. അപ്പം ജസ്റ്റ് ചെറുതായിട്ടൊരു ഹോൺ നമുക്ക് അവരെ അടിക്കാം, ലൈറ്റായിട്ട്. എയർ ഹോണൊന്നും വെച്ച് അടിച്ച് കയറ്റി കൊടുക്കല്. സോ അടുത്ത ക്വസ്റ്റ്യൻ, ആർ യു അലൗഡ് ടു ഡ്രൈവ് വിത്ത് ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് സ്വിച്ച് ഡൗൺ ഇൻ ദീസ് വെതർ കണ്ടീഷൻ? ഈ കാണുന്ന വെതർ ഉണ്ടല്ലോ, ഫോഗും മഴയും കാര്യങ്ങളൊക്കെയാണ്. ഈ ടൈമിൽ ഡേ ടൈം റണ്ണിങ് ലൈറ്റ് ഇട്ട് നമുക്ക് ഓടാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഡേ ടൈം റണ്ണിങ് ലൈറ്റ് വെച്ച് ഓടാൻ പറ്റില്ല. ഇത് 2 രീതിയിൽ ചോദിക്കും ഈ ക്വസ്റ്റ്യൻസ്. ഇനി ഒന്നും കൂടി വരും, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആർ യു അലൗഡ് ടു ഡ്രൈവ് വിത്ത് ഡേ ടൈം റണ്ണിങ് ലൈറ്റ് സ്വിച്ച് ഡൗൺ ഇൻ ദീസ് വെതർ കണ്ടീഷൻ? അപ്പോൾ ഈ ഒരു വെതർ കണ്ടീഷനിൽ ഡേ ടൈം റണ്ണിങ് ലൈറ്റ് മാത്രം നമുക്ക് വെച്ച് ഓടാൻ പറ്റില്ല, വിസിബിലിറ്റി ഒക്കെ കുറവാണ്. അപ്പോൾ നമ്മൾ ഫോഗ് ലൈറ്റും കൂടെ ഓൺ ആക്കണം, ഫ്രണ്ട് ഫോഗ് ലാമ്പും കൂടി ഓൺ ആക്കണം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദിസ് സിറ്റുവേഷൻ ക്യാൻ യു യൂസ് ഡേ ലൈറ്റ്സ്? അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക, കൺഫ്യൂഷൻ ആവാൻ പാടില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഇൻ ദിസ് സിറ്റുവേഷൻ ക്യാൻ യു യൂസ് ഡേ ലൈറ്റ്സ്? നോ ആണ് എൻ്റെ ആൻസർ കേട്ടോ. ഡേ ലൈറ്റ്സ് മാത്രം യൂസ് ചെയ്ത് പോകാൻ പറ്റില്ല, നമുക്ക് ഫോഗ് ലാമ്പും കൂടി ഓൺ ആക്കണം. കാര്യം വിസിബിലിറ്റി കുറവാണ്. അതേസമയത്ത് ഫ്രണ്ട് ഫോഗ് ലാമ്പ് ഓണാക്കിയാൽ മതിയാവും. റിയർ ഫോഗ് ലാമ്പ് നമ്മൾ ഓണാക്കണമെങ്കിൽ വിസിബിലിറ്റി അത്രയും താഴണം, 50-ന് താഴെയൊക്കെ പോയാൽ മാത്രം ഓണാക്കിയാൽ മതി രണ്ടും. കാര്യം ചിലപ്പോൾ നമ്മൾ റിയർ ഫോഗ് ലാമ്പ് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ പറയുന്ന ആൾക്കാർക്ക് കണ്ണിന് പ്രശ്നം വരും. ഈ ചുവപ്പ് വട്ടം അടിച്ചിട്ട് അവർ നമ്മളെ ലൈറ്റൊക്കെ അടിച്ചിട്ട് കാണിക്കും ഓഫാക്കാനായിട്ട്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ യു യൂസ് ഡേ ടൈം ലൈറ്റ്സ് വൈൽ ഡ്രൈവിംഗ് ആഫ്റ്റർ ഡസ്ക് ഓൺ എ വെൽ ലിറ്റ് റോഡ്? ഓക്കെ, നമുക്ക് വീഡിയോ കാണാം. ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ് പോകുന്നുണ്ട്, അതിൻ്റെ സൈഡിൽ കൂടി കാറുകളൊക്കെ പോകുന്നുണ്ട്. ആ ഒരു വെതർ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ക്യാൻ യു യൂസ് ഡേ ടൈം ലൈറ്റ്സ് വൈൽ ഡ്രൈവിംഗ് ആഫ്റ്റർ ഡസ്ക് ഓൺ എ വെൽ ലിറ്റ് റോഡ്? അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടല്ലോ അല്ലേ. ക്യാൻ യു യൂസ് ഡേ ടൈം ഡേ ടൈം ലൈറ്റ്സ് വൈൽ ഡ്രൈവിംഗ് ആഫ്റ്റർ ഡസ്ക് ഓൺ എ വെൽ ലിറ്റ് റോഡ്? അതായത് ഈ ഡാം, അതുപോലെ ഡസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്നൊക്കെ പറയും മലയാളത്തിൽ. അപ്പോൾ ഇവർ ചോദിക്കുന്നത് അങ്ങനെയാണ്. അതായത് പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈകുന്നേരം 6 മണി മുതൽ പകൽ 6 മണി വരെ ഒരു ടൈമിംഗാണ് അവർ സൂചിപ്പിക്കുന്നത്. അപ്പം ഇപ്പോൾ നല്ല കാഴ്ചയുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു റോഡിൽ, ഓക്കെ, അവിടെ നമ്മൾ ഡേ ടൈമിൽ യൂസ് ചെയ്യണ ലൈറ്റ് ഉപയോഗിച്ച് വാഹനം ഓടിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. അത് നോ ആണ് എൻ്റെ ആൻസർ കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ യു അലൗഡ് ടു സ്വിച്ച് ഓൺ എമർജൻസി ലൈറ്റ്സ് വെൻ യു ആർ ഡ്രൈവിങ് എ ഹോൾഡ് വെഹിക്കിൾ? അതായത് കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന വാഹനങ്ങളില്ലേ, അത് വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എമർജൻസി ലൈറ്റ്സ് ഓൺ ആക്കണമോ എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ 4 ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഇല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ നോയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന വാഹനങ്ങൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു മോട്ടോർ വേയിലൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹെവി വെഹിക്കിൾസ് സഞ്ചരിക്കുന്ന ഏറ്റവും ലാസ്റ്റ് ട്രാക്കിൽ നമ്മുടെ സ്പീഡ് 50-ന് താഴെയാണ്, നമുക്ക് ഹെവി ലോഡൊക്കെയാണ് എന്നുണ്ടെങ്കിൽ പുറകെ വരുന്നവർക്കൊന്ന് അലർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ 4 ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ,
അപ്പോൾ അല്ലെങ്കിൽ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ. അപ്പോൾ ഇതൊരു മൂവിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനത്തിന് ഒരിക്കലും അങ്ങനെ ഇടാൻ പാടില്ല, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ അതാണ് അവർ ചോദിച്ചേക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ഡ്രൈവിംഗ് ഇൻ കണ്ടീഷൻസ് ഓഫ് ലിമിറ്റഡ് എയർ ട്രാൻസ്പെറൻസി കോസ്ഡ് ബൈ ഫോഗ്, ക്യാൻ യു ഡ്രൈവ് വിത്ത് ഓൺലി ദി ഫ്രണ്ട് ഫോഗ് ലൈറ്റ്സ് ടേൺ ഓൺ ഇൻ എ മോട്ടോർ വെഹിക്കിൾ? നോ ആണ് എൻ്റെ ആൻസർ കേട്ടോ. കാര്യം നമ്മളൊരു ലിമിറ്റഡ് എയർ ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ മോശം കാലാവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത്, ഫോഗുമായിട്ട് ബന്ധപ്പെട്ട്. ആ സമയത്ത് ഫ്രണ്ട് ഫോഗ് ലൈറ്റ് മാത്രം ഓണാക്കി നമുക്ക് ഓടിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത് മോട്ടോർ വെഹിക്കിൾ. ഒരിക്കലും ഇല്ല, നമ്മൾ ബോത്ത് സൈഡ്സ് ഫോഗ് ലാംപ്സ് ഓൺ ആക്കണം. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് ഒരു 60-ന് താഴെ 50-ന് താഴേക്ക് വിസിബിലിറ്റി കുറയുമ്പോഴാണ് കേട്ടോ മീറ്ററിന്. അപ്പോൾ അതിൻ്റെ ആൻസർ നോ ആണ്. നമ്മൾ രണ്ടും ഓൺ ആക്കണം, ഫ്രണ്ട് മാത്രം ഓൺ ആക്കിയാൽ പോരാ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, can you use the horn if the presented vehicle starts to change the line while you are overtaking? നമുക്ക് ജസ്റ്റ് ആ വീഡിയോ കണ്ടു നോക്കാം, എന്താണ് സിറ്റുവേഷൻ എന്ന് നോക്കാം. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഈ ട്രാക്കിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, can you use horn if the presented vehicle starts to change the line while you are overtaking? അവൻ അവിടെ വെയിറ്റ് ചെയ്യണം, നമുക്കാണ് പ്രയോറിറ്റി. നമ്മൾ പോയതിനു ശേഷം അവൻ കയറാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്താ പറയുക, ഒരു ചെറുതായിട്ട് അവനൊരു ഹോൺ അടിക്കാം. ഓക്കെ, കാര്യം നമ്മുടെ പ്രയോറിറ്റിയാണ്. പക്ഷേ അവൻ കയറി വന്നാൽ അവിടെ ആക്സിഡൻറ്റ് നടക്കാനുള്ള സംഭവമുണ്ട്. സാധാരണ ഇവിടെ അങ്ങനെ ആരും ഹോണൊന്നും യൂസ് ചെയ്യാനില്ല. അപ്പോൾ ഇതൊക്കെ ഒരു എമർജൻസി സമയമാണ്. ക്യാൻ യു യൂസ് ദി ഹോൺ ഇഫ് ദി പ്രസൻറ്റഡ് വെഹിക്കിൾ എന്ന് പറയുമ്പോൾ ഈ ഒരു വാഹനം സ്റ്റാർട്ട്സ് ടു ചേഞ്ച് ദി ലൈൻ വൈൽ യു ആർ ഓവർടേക്കിംഗ്. നമ്മൾ ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ അവൻ ലൈൻ ചേഞ്ച് ചെയ്യാൻ ഇടയായി കഴിഞ്ഞാൽ നമുക്ക് ഹോൺ അടിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. അടിക്കാം കേട്ടോ, കാര്യം നമ്മുടെ പ്രയോറിറ്റിയാണ്, അവൻ അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈസ് ടേണിംഗ് ഓൺ ദി വാർണിംഗ് ലൈറ്റ്സ് പെർമിസിബിൾ ഓൺ ദി ടോവിങ് കാർ? നേരത്തെ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെ എന്താ പറയുക, തിരിച്ച് ചോദിച്ചേക്കുക. നോ ആണ് അതിൻ്റെ ആൻസർ. അതായത് ടോവിങ് കാർ എന്ന് പറയുമ്പോൾ നേരത്തെ ഇതിന് 2 ക്വസ്റ്റ്യൻ മുന്നേ ചോദിച്ചില്ലേ. ടോവിങ് കാർ എന്ന് വെച്ചാൽ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന വാഹനത്തിൽ പിന്നെ ഈ ഒരു 4 ഇൻഡിക്കേറ്റർ നമുക്ക് ഇടാൻ പറ്റുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിൽ ചോദിച്ചത് ഇവിടെ തിരിച്ച് ചോദിച്ചേക്കാണ്. ഈസ് ടേണിംഗ് ഓൺ ദി വാർണിംഗ്സ് ലൈറ്റ്സ് പെർമിസിബിൾ ഓൺ ദി ടോവിങ് കാർ? അത് പെർമിസിബിൾ അല്ല കേട്ടോ, നോട്ട് അലൗഡ് ആണ്, അനുവദനീയമല്ല. സോ നോ ആണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 20ാമത്തെ ചോദ്യം, ക്യാൻ യു യൂസ് എമർജൻസി ലൈറ്റ്സ് വൈൽ ടോവിങ് എ വെഹിക്കിൾ? അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് തിരിച്ച് വീണ്ടും ചോദിച്ചേക്കുന്നത്. നോ ആണ് എൻ്റെ ആൻസർ കേട്ടോ. ക്യാൻ യു യൂസ് എമർജൻസി ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ 4 ഇൻഡിക്കേറ്ററാണ്. പക്ഷേ നമുക്കിത് വയ്ക്കാം, ട്രയാങ്കിൾ വയ്ക്കാം, റിഫ്ലക്ടർ. സോ അതും നോ ആണ് എൻ്റെ ആൻസർ. ഒരേ ക്വസ്റ്റ്യൻ തന്നെ 3 രീതിയിൽ ചോദിച്ചേക്കുന്നതാണ്, 3 സാഹചര്യത്തിൽ. അപ്പോൾ അടുത്തത്, വെൻ ഡ്രൈവിംഗ് എ മോട്ടോർ വെഹിക്കിൾ ഇൻ ദീസ് കണ്ടീഷൻസ് ആർ യു അലൗഡ് ടു യൂസ് പൊസിഷൻ ലൈറ്റ്സ് ഓൺലി? ഓക്കെ, നമുക്ക് ആ ഒരു സാഹചര്യം എന്താണെന്ന് നോക്കാം. നോ ആണ് അതിൻ്റെ ആൻസർ കേട്ടോ. കാര്യം എന്താണ്, അവൻ നേരത്തെ ചോദിച്ച അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ തിരിച്ചൊന്നുകൂടി വേറെ രീതി ചോദിച്ചേക്കുകയാണ്. അവൻ നേരത്തെ ചോദിച്ചാൽ എന്താണ്, ഹോൺ അടിക്കാൻ പറ്റുമോ എന്നാണ്. കാര്യം നമ്മുടെ പ്രയോറിറ്റിയാണ്, അവൻ അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ വെൻ ഡ്രൈവിംഗ് എ മോട്ടോർ വെഹിക്കിൾ ഇൻ ദീസ് കണ്ടീഷൻസ്, അതായത് ഈ അവതരിപ്പിച്ച സാഹചര്യത്തിൽ ആർ യു അലൗഡ് ടു യൂസ് പൊസിഷൻ ലൈറ്റ്സ് ഓൺലി? അതായത് നമ്മുടെ സാധാരണ പൊസിഷൻ ലൈറ്റ്സ്, ഇപ്പം ലോ ബീം ലൈറ്റാണ് മാത്രമാണ് ഇട്ടേക്കണമെങ്കിൽ അത് മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി എന്നാണ് ചോദിക്കുന്നത്. ഒരിക്കലും അല്ല, നമ്മൾ ഈ സമയത്ത് അവന് ഹൈ ബീം അടിച്ചിട്ട് അവനൊന്നൊരു അലർട്ട് കൊടുക്കാം. 2 തവണ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അടിച്ച് വയ്ക്കുമ്പോൾ അവന് മനസ്സിലാവും വണ്ടി വരുന്നുണ്ടെന്ന്. ഓക്കെ, അത് നമ്മൾ ഡ്രൈവേഴ്സ് യൂസ് ചെയ്യും പോലെ ഇരിക്കും. ചിലപ്പോൾ 2 തവണയൊക്കെ അടിച്ച് സ്ലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ കയറി പോകും കേട്ടോ. അങ്ങനെയല്ല, അടിച്ചിങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൻ കയറില്ല. ഓക്കെ, സോ ആ സമയത്ത് നമുക്ക് ഹൈ ബീം ലൈറ്റും കൂടി യൂസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് യു ആർ ഡ്രൈവിംഗ് വിത്ത് യുവർ ലോ ബീം ലൈറ്റ് ടേൺ ഓൺ ഇൻ എ ഹെവി റെയിൻ ലിമിറ്റിംഗ് വിസിബിലിറ്റി, ക്യാൻ യു ആൾസോ യൂസ് ദി ഫ്രണ്ട് ആൻറ്റി ഫോഗ് ലൈറ്റ്സ്? യെസ്, അതിൻ്റെ ആൻസർ യെസ് ആണ്. കാര്യം എന്താണ്, നല്ലൊരു ശക്തിയേറിയ ഒരു മഴയുള്ള സമയത്ത് നമ്മുടെ എന്താ പറയുക, ലോ ബീം ലൈറ്റ്സ് മാത്രം അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഫ്രണ്ട് ഫോഗ് ലാമ്പും കൂടി യൂസ് ചെയ്യാമോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഫ്രണ്ട് ഫോഗ് ലാമ്പ് എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം.
ഓരോ വണ്ടിയിലും ഓരോ മോഡലാണ് കേട്ടോ. ഈ വണ്ടിയിൽ ഇത് കണ്ടോ, ഇതാണ് ഇത് നമ്മളെ സാധാ ഹെഡ്ലൈറ്റ് നമ്മളിങ്ങനെ റൈറ്റിലേക്ക് തിരിച്ച് മാറ്റും. ഓക്കെ, ഡേ ടൈം ലൈറ്റ്, റണ്ണിങ് ലൈറ്റ്, പിന്നെ ലോ ബീം ലൈറ്റ്, പിന്നെ ഹൈ ബീം നമ്മൾ മാറ്റുന്നത് ഇതിനകത്താണ്, നമ്മുടെ ലിവറിൽ. ഓക്കെ, ഇങ്ങനെ മുകളിലോട്ട് അടിക്കും. ഇതാണ് ഫ്രണ്ട് ഫോഗ് ലാമ്പ്. ഇതിങ്ങനെ ഓണാക്കുമ്പോൾ ഫ്രണ്ട് ഫോഗ് ലാമ്പ്, ഇത് ബാക്ക് ഫോഗ് ലാമ്പ്. അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. ഈ ബാക്ക് ഫോഗ് ലാമ്പും ഫ്രണ്ട് ഫോഗ് ലാമ്പും രണ്ടും ഒരേ സമയം യൂസ് ചെയ്യുന്ന വിസിബിലിറ്റി അത്രയും കുറയുമ്പോഴാണ്. ഓക്കെ, 50 താഴെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ രണ്ടും കൂടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നോർമലി ഒരു 100 താഴെ ആ റേഞ്ചൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്രണ്ട് മാത്രം ഓണാക്കും, ബാക്ക് ഓണാക്കില്ല. ഓക്കെ, അപ്പോൾ അതാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ യെസ് ആണ് അതിൻ്റെ ആൻസർ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആർ യു അലൗഡ് ടു യൂസ് ഹൈ ബീം ലൈറ്റ്സ് ഇൻ ദിസ് സിറ്റുവേഷൻ? ഹൈ ബീം ലൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രൈറ്റ് എന്നൊക്കെ പറയില്ലേ, ഈ ഒരു സാഹചര്യത്തിൽ ഹൈ ബീം ലൈറ്റ് ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോ ആണ് അതിൻ്റെ ആൻസർ, ഐ തിങ്ക്. കാര്യം നമ്മൾ ഹൈ ബീം ലൈറ്റ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിനും കാണാൻ പറ്റില്ല, ഗ്ലാസ് ഒന്നും കാണാൻ പറ്റില്ല. പുറകിലേക്ക് നോക്കുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ല. ഈ സാഹചര്യത്തിൽ പറ്റില്ല. മുന്നിലൊന്നും വണ്ടികളും കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ ബീം യൂസ് ചെയ്യാം. വണ്ടികൾ വരുമ്പോൾ നമുക്ക് ലോ ബീം ആക്കി കൊടുക്കാം കേട്ടോ. കാര്യം നമ്മുടെ ഈ മാന് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് ചാടിക്കഴിഞ്ഞാൽ സീനാണ്. സോ ഇൻ ദിസ് സിറ്റുവേഷൻ ക്യാൻ യു, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദിസ് സിറ്റുവേഷൻ ക്യാൻ യു ടേൺ ഓഫ് ദി എക്സ്റ്റേണൽ ലൈറ്റ്സ് ഓഫ് ദി കാർ? എന്താണ് സിറ്റുവേഷൻ എന്ന് നമുക്ക് നോക്കാം. ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നോ ആണ് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഇവിടെ ഒരുപക്ഷെ ഇതിപ്പോൾ തന്നെ ഓപ്പൺ ആകും, നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ് ഇട്ട് തന്നെ നിൽക്കും. പക്ഷേ ഒരു ലോങ് ടൈമിൽ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എഞ്ചിനും നമ്മുടെ ലൈറ്റ്സൊക്കെ ഓഫ് ആക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് കണ്ടോ വണ്ടികളെല്ലാം ലൈറ്റ് ഓൺ ആക്കിയിട്ടേക്കുന്നുണ്ട്, ആരും ഓഫ് ആക്കിയിട്ടില്ല. സോ ഇൻ ദിസ് സിറ്റുവേഷൻ ക്യാൻ യു ടേൺ ഓഫ് ദി എക്സ്റ്റേണൽ ലൈറ്റ്സ് ഓഫ് ദി കാർ? അപ്പോൾ നമുക്ക് ഇൻ ദിസ് സിറ്റുവേഷൻ വി കനോട്ട് ടേൺ ഓഫ് അവർ external lights of the car. So next question, can you use the horn in this situation to warn the pedestrian of danger? അതായത് ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് കാൽനട യാത്രക്കാരന് ഒരു വാണിംഗ് എന്ന രീതിയിൽ ഒരു ഹോൺ അടിക്കാമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് സാഹചര്യമാണെന്ന് അത് നോക്കാം. അതാണ്ടോ ഒരാൾ ക്രോസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ യെസ് ആണ് അതിൻ്റെ ആൻസർ. കാര്യം ഒന്നും കൂടി ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്ത് തരാം. ഇതിൽ വേറൊരു നമ്മുടെ ഭാഗത്തൊരു തെറ്റുണ്ട്. കാര്യം എന്താണെന്നറിയാമോ, ആ വണ്ടിയുടെ നമ്പറൊക്കെ ഹൈഡ് ചെയ്തുണ്ടോ ആ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക്. ഓക്കെ, ആ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇതുപോലെ ബസ് ഇതുപോലെ നിർത്തുമ്പോൾ പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം. ആൾക്കാർ റോഡ് ഫ്രണ്ട് ഡോറിൽ നിന്നൊക്കെ ഇറങ്ങി ഇതുപോലെ ക്രോസ് ചെയ്ത് വരാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് ഞാനൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ് ഡ്രൈവറായിട്ട് ഒരുപാട് സമയം ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് പറയുവാണ്, അവർക്ക് പ്രയോറിറ്റി കൊടുക്കണം, നടന്നു പോകുന്ന പാസഞ്ചേഴ്സിന് എല്ലാം പ്രയോറിറ്റി കൊടുക്കണം. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡിൽ ഒരു ഡ്രൈവർ അങ്ങനെയുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ ട്രാമിനെയൊക്കെ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവാറുണ്ട് ഇതുപോലെ വരുമെന്ന്. അപ്പോൾ ചെറുതായിട്ടൊന്ന് നമുക്കൊരു ഹോൺ അടിക്കാം. ഓക്കെ, സോ അതാണ് എൻ്റെ ആൻസർ, അതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദിസ് സിറ്റുവേഷൻ ക്യാൻ യു യൂസ് ഹൈ ബീം ലൈറ്റ്സ്? ഓക്കെ, ഈ സാഹചര്യത്തിൽ നമുക്ക് ഹൈ ബീം ലൈറ്റ്സ് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഈ സാഹചര്യത്തിൽ നമ്മൾ ഹൈ ബീം ലൈറ്റ് ഉപയോഗിച്ചുകൂടാ. നോ ആണ് അതിൻ്റെ ആൻസർ. കാര്യം എന്താണ്, ഇവിടുന്ന് ഓവർടേക്ക് ചെയ്ത് വന്ന ഉടനെ നമ്മൾ അടിച്ച് ലൈറ്റ് വെട്ടം കയറ്റി അടിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവനൊന്നും കാണാൻ പറ്റില്ല പുറകിലേ. ഓക്കെ, ഗ്ലാസ് വഴി അവനത് എഫക്റ്റ് ചെയ്യും. നമ്മൾ അടിച്ചുകൂടാ ആ സമയത്ത്. നോ ആണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ യു അലൗഡ് ടു യൂസ് ദി റിയർ ഫോഗ് ലൈറ്റ്സ് ഇഫ് ദി ഫോഗ് റെസ്ട്രിക്ട്സ് വിസിബിലിറ്റി ടു എ ഡിസ്റ്റൻസ് ലെസ് ദാൻ 50 മീറ്റർ? കണ്ടോ, നമ്മൾ ഇത്ര നേരം സംസാരിച്ച ഇതിനെക്കുറിച്ചാണ്. 50 മീറ്ററിന് താഴെ നമ്മുടെ കാഴ്ച താഴുകയാണെങ്കിൽ ബാഡ് വെതർ മൂലം നമുക്ക് റിയർ ഫോഗ് ലൈറ്റ്സ് പിന്നെ ഉപയോഗിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, ഓഫ് കോഴ്സ് നമ്മൾ ഉപയോഗിക്കണം. യെസ് ആണ് അതിൻ്റെ ആൻസർ കേട്ടോ. സോ അടുത്ത ചോദ്യം, ഇൻ ദിസ് സിറ്റുവേഷൻ ഡസ് ദി ഫ്ലാഷിംഗ് യെല്ലോ ലൈറ്റ് അലൗ യു ടു ഡ്രൈവ് ബിയോണ്ട് ദി ട്രാഫിക് ലൈറ്റ്സ് വിത്തൗട്ട് സ്റ്റോപ്പിംഗ്? നമുക്ക് അതായത് ഈ അവതരിപ്പിച്ച സാഹചര്യത്തിൽ യെല്ലോ ഫ്ലാഷിംഗ് ലൈറ്റ്സിന് നമുക്ക് വാഹനം വിത്തൗട്ട് സ്റ്റോപ്പിംഗ് നിർത്താതെ നമുക്ക് പോകാൻ കഴിയും എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം സാഹചര്യം എന്താണെന്ന് കേട്ടോ. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം എന്താണ്, ഇവിടെ റെഡ് സിഗ്നൽ ഓൺ ആയി ഓൾറെഡി. ഇൻ ദിസ് സിറ്റുവേഷൻ ഡസ് ഫ്ലാഷിംഗ്, ഇതാണ്ട റെഡ് സിഗ്നൽ ഓൺ ആയി.
ഇൻ ദിസ് സിറ്റുവേഷൻ ഡസ് ദി ഫ്ലാഷിംഗ് യെല്ലോ ലൈറ്റ്സ് അലോ യു ടു ഡ്രൈവ് ബിയോണ്ട് ദി ട്രാഫിക് ലൈറ്റ് വിത്തൗട്ട് സ്റ്റോപ്പിംഗ്? എന്താണ് ഇവിടെ അവർ പറഞ്ഞേക്കുന്നത്? റെഡ് സിഗ്നൽ ഓണായി, എന്നാലും നമുക്ക് ഇവിടെ നിർത്താതെ പോവാം. അതിന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂട്ടുകാർ ഒന്നുകൂടി ശ്രദ്ധിക്കുക. നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഇതാ ജസ്റ്റ് റെഡ് ക്രോസ് ചെയ്ത് പോവുകയാണ്. ഇതിനെ നമ്മൾ റാപ്പിഡ് ബ്രേക്കിംഗ് എന്ന് പറയും. അതായത് നമ്മൾ ജസ്റ്റ് യെല്ലോ ബ്ലിങ്കായി ജസ്റ്റ് റെഡ് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല കേട്ടോ. ഇൻ ദി സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യത്തിൽ ഡസ് ദി ഫ്ലാഷിംഗ് യെല്ലോ ലൈറ്റ്സ് അലോ യു ടു ഡ്രൈവ് ബിയോണ്ട് ദി ട്രാഫിക് ലൈറ്റ്സ് വിത്തൗട്ട് സ്റ്റോപ്പിംഗ്. നമ്മൾ ആക്ച്വലി റെഡ് ലൈറ്റിൽ ക്രോസ് ചെയ്യാൻ പാടില്ല, പക്ഷേ ആ ഒരു യെല്ലോ ലൈറ്റിൽ നമുക്ക് ക്ലോസ് ചെയ്ത് പോകാൻ ജസ്റ്റ് റെഡ് മിസ്സായാലും ക്രോസ് ആയാലും കുഴപ്പമില്ല. ജസ്റ്റ് പരമാവധി ആരും അങ്ങനെ ഡ്രൈവ് ചെയ്യാതിരിക്കുക. കാര്യം റാപ്പിഡ് ബ്രേക്കിംഗ് എന്ന് പറയുന്ന സംഭവം ഇവിടെ അലൗഡ് അല്ല കേട്ടോ. കാര്യം ഇവിടുത്തെ വെതർ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, ചവിട്ടിക്കഴിഞ്ഞാൽ തുരുതുരായി ഇടി നടക്കും പുറകിൽ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു ഇൻറ്റൻഡഡ് ടു ഗോ സ്ട്രൈറ്റ് അക്രോസ് ദി ഇൻ്റർസെക്ഷൻ, ആർ യു ഒബ്ലിഗേറ്റഡ് ടു യൂസ് ദി ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ? നോക്കാം നമുക്ക് എന്താണ് സിറ്റുവേഷൻ എന്ന് കേട്ടോ. വീഡിയോ കാണുക. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പ്രയോറിറ്റി ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടുന്ന് വലത്തേക്ക് തിരിയുന്നതും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്കുമാണ് പ്രയോറിറ്റി. അപ്പോൾ യു ഇൻറ്റൻഡഡ് ടു ഗോ സ്ട്രൈറ്റ് അക്രോസ് ദി ഇൻ്റർസെക്ഷൻ, ആർ യു ഒബ്ലിഗേറ്റഡ് ടു യൂസ് ദി ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ? നോ, നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടേണ്ട കാര്യമില്ല, കാര്യം ഇവിടേക്ക് ലെഫ്റ്റ് ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ പോയാൽ മതി. വാഹനങ്ങൾ കറക്റ്റ് നോക്കി, പ്രയോറിറ്റി റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നോക്കി നമ്മൾ ഇവിടെ നിർത്തണം. അങ്ങനെ വരുന്നെങ്കിൽ കണ്ടോ, ഈ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് നമ്മൾ കയറി പോയാൽ മതി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ യു അലൗഡ് ഇൻ ദിസ് സിറ്റുവേഷൻ ടു യൂസ് ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് ലോ ബീം ലൈറ്റ്സ്? നോക്കാം. അതിൻ്റെ ആൻസർ യെസ് ആണ്. നമ്മൾ ഡേ ടൈം റണ്ണിങ് ലൈറ്റ് യൂസ് ചെയ്യണമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ ഒരു അവസരത്തിൽ പകൽ സമയങ്ങളിൽ ഡേ ടൈം റണ്ണിങ് ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദിസ് സിറ്റുവേഷൻ ആർ യു അലൗഡ് ടു യൂസ് ദി ഹോൺ? എന്താണ് സിറ്റുവേഷൻ എന്ന് നമുക്ക് നോക്കാം. ഈ സാഹചര്യത്തിൽ ഹോൺ യൂസ് ചെയ്യാൻ നമ്മൾ പാടില്ല. ഐ തിങ്ക് നോ ആണ് എൻ്റെ ആൻസർ കേട്ടോ. നമ്മൾ ഈ സമയത്ത് ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഹോൺ അടിക്കാൻ പാടില്ല. അദ്ദേഹം അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഇതൊരു റെസിഡൻഷ്യൽ ഒരു ഏരിയ ആണ് കേട്ടോ, ബിൽട്ടപ്പ് ഏരിയ, ആ ടൈപ്പ് ഏരിയ ആണ്. അവിടെ നമ്മൾ എപ്പോഴും 40, 50, 30 ആയിരിക്കും സ്പീഡ് ലിമിറ്റ്. അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 50 ബിൽട്ടപ്പ് ഏരിയയിൽ, അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഏരിയ ആണെന്നുണ്ടെങ്കിൽ 20, ചില സ്ഥലങ്ങളിൽ 30, 40 എന്നൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെയൊക്കെ ആൾക്കാർ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് പ്രയോറിറ്റി കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഹോൺ അടിക്കാൻ പാടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ യു അലൗഡ് ടു യൂസ് ലോ ബീം ലൈറ്റ്സ് ആൻഡ് ഫ്രണ്ട് ഫോഗ് ലൈറ്റ്സ് അറ്റ് ദി സെയിം ടൈം ഡ്യൂറിങ് ദീസ് വെതർ ആൻഡ് കണ്ടീഷൻസ്? ഐ തിങ്ക് യെസ് ആണ് കേട്ടോ. അതായത് ആ ഒരു വെതർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ സാധാ ലോ ബീം ലൈറ്റ്സിന് പുറമെ ഫ്രണ്ട് ഫോഗ് ലൈറ്റ്സും കൂടി നമുക്ക് ഉപയോഗിക്കാം. വിസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു 80, 70 ആ റേഞ്ചൊക്കെയാണ്. ഒന്നും കാണാൻ വയ്യെങ്കിൽ നമ്മൾ പുറകിലത്തെയും കൂടെ നമ്മൾ യൂസ് ചെയ്യണം. സോ അടുത്ത ക്വസ്റ്റ്യൻ, ആർ യു അലൗഡ് ഇൻ ദി സിറ്റുവേഷൻ ടു ഡ്രൈവ് വിത്ത് ദി ഫ്രണ്ട് ഫോഗ് ലൈറ്റ്സ് ഓൺ? ഓക്കെ, ഈ സമയത്ത് നമ്മൾ ഫ്രണ്ട് ഫോഗ് ലൈറ്റ് ഇടേണ്ട ആവശ്യമുണ്ടോ? നല്ല വെതറല്ലേ, ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. ഐ തിങ്ക് നോ ആണ് അതിൻ്റെ ആൻസർ കേട്ടോ. സോ ആർ യു അലൗഡ് ഇൻ ദി സിറ്റുവേഷൻ ടു ഡ്രൈവ് വിത്ത് ദി ഫ്രണ്ട് ഫോഗ് ലൈറ്റ്സ് ഓൺ? നോ ആണ് അതിൻ്റെ ആൻസർ. കാര്യം ഈ ഒരു ഇത്ര ക്ലിയർ ആയിട്ടുള്ളൊരു ഒരു വെട്ടമുള്ള സമയത്ത് നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. ഫോഗ് ലാമ്പ് ഇടേണ്ട ആവശ്യമില്ല. ഡേ ടൈം റണ്ണിങ് ലൈറ്റ് മാത്രം ഇട്ടാൽ മതി. സോ അടുത്ത ക്വസ്റ്റ്യൻ, ക്യാൻ യു ഡ്രൈവ് വിത്ത് ഹൈ ബീം ലൈറ്റ്സ് സ്വിച്ച് ഓൺ ഇൻ ദിസ് സിറ്റുവേഷൻ? എന്താണ് സാഹചര്യം നോക്കി. ഇത് ബിൽട്ടപ്പ് ഏരിയ ആണ് കേട്ടോ. ബിൽട്ടപ്പ് ഏരിയ കാണിക്കുന്ന സിമ്പിളാണ് ഇത് പോളണ്ടിൽ. ഓക്കെ, ക്യാൻ യു ഡ്രൈവ് വിത്ത് ഹൈ ബീം ലൈറ്റ്സ് സ്വിച്ച് ഓൺ ഇൻ ദിസ് സിറ്റുവേഷൻ? ഒരിക്കലും ഓണാക്കാൻ പാടില്ല. കാര്യം എന്താണ്, അവിടെ ആ ഓവർടേക്ക് ചെയ്ത് ഒരുത്തൻ കയറുന്നുണ്ട്. അവന് ട്രാക്ക് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ലൈറ്റ് അവൻ്റെ കണ്ണിൽ അടിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവന് തിരിച്ച് കാണാൻ പറ്റില്ല. അതിലുപരിയായിട്ട് ഓപ്പോസിറ്റ് വണ്ടികളും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നോ ആണ്, ഓഫ് കോഴ്സ് നോ ആണ് ആൻസർ. നമുക്ക് ഹൈ ബീം ലൈറ്റ് ഇട്ടുകൂടാ ഈ ഒരു സാഹചര്യത്തിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ഇറ്റ് അലൗഡ് ടു യൂസ് എ സൗണ്ട് സിഗ്നൽ ഇൻ ദിസ് സിറ്റുവേഷൻ? നമുക്ക് എന്താണെന്ന് നോക്കാം കേട്ടോ. അതായത് നമ്മുടെ ഇടത് സൈഡിൽ കൂടി ട്രാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ട്രാമിന് പോകാനുള്ള സിഗ്നൽ ഓണാണ്. ട്രാം
പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈസ് ഇറ്റ് അലൗഡ് ടു യൂസ് എ സൗണ്ട് സിഗ്നൽ ഇൻ ദി സിറ്റുവേഷൻ? നോ ആണ് കേട്ടോ. ഒരിക്കലും നമ്മൾ അടിക്കാൻ പാടില്ല. അവിടെ പ്രത്യേകിച്ച് ഇതൊന്നും വച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ അവർക്ക് പ്രയോറിറ്റി കൊടുക്കണം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡസ് ദി സിഗ്നൽ ഓഫ് ദി പോലീസ്മാൻ മീൻ ദാറ്റ് യു ആർ ഒബ്ലിഗേറ്റ് ടു ടേൺ റൈറ്റ് അറ്റ് ദി നിയറസ്റ്റ് ഇൻ്റർസെക്ഷൻ? നമുക്ക് എന്താണ് ആ സിറ്റുവേഷൻ എന്ന് നോക്കാം. പോലീസ്മാൻ കാണിക്കുന്നത് കേട്ടോ. No. Okay, does the signal of the policeman that you are obligated to turn right at the nearest intersection? അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. നോ ആണ്. കാര്യം അദ്ദേഹം നിങ്ങളടുത്ത് വാഹനം നിർത്താൻ ആവശ്യപ്പെടുകയാണ്. ഒരു പ്രോപ്പർ ഒരു ചെക്കിങ്ങിനോ എന്തെങ്കിലും വേണ്ടി അദ്ദേഹം നിങ്ങളെ വാഹനം നിർത്താൻ ആവശ്യപ്പെടുകയാണ്. ഒന്നും കൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ അവരിങ്ങനെയാണ് നമ്മളെ നിർത്തുന്നത്. അതാ കയറി നിന്നു, ഇങ്ങോട്ട് കാണിച്ചു, നമ്മൾ ആ വണ്ടി അവിടെ ഒതുക്കുക, സൈഡ് 4 ഇൻഡിക്കേറ്റർ ഇടുക, നമ്മൾ സീറ്റിൽ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അവർ വന്ന് നമ്മുടെ അടുത്ത് എന്താണെന്ന് വെച്ചാൽ ചോദിക്കും. അവർ പറയാതെ പുറത്തിറങ്ങാൻ പാടില്ല. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു ആർ ഡ്രൈവിംഗ് എ വെഹിക്കിൾ ഇൻ ദി ബിൽട്ട് അപ്പ് ഏരിയ. ഈസ് ഇറ്റ് പ്രൊഹിബിറ്റഡ് ഇൻ ദി പ്രസൻറ്റഡ് സിറ്റുവേഷൻ ടു യൂസ് ദി ഹോൺ? നമുക്ക് എന്താണ് ആ സിറ്റുവേഷൻ എന്ന് നോക്കാം. ബിൽട്ട് അപ്പ് ഏരിയയിൽ yes, you are driving a vehicle in the built-up area. Is it prohibited in the present situation to use a horn? Not prohibited ആണ് കേട്ടോ. നമുക്ക് അടിക്കാം ഈ ഒരു സാഹചര്യത്തിൽ. കാര്യം അവൻ കയറി വരണണ്ട, ഒരു വാക്കും പോക്കും ഇല്ലാത്ത കയറി വരക്കമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രയോറിറ്റിയാണ്, അവൻ ശ്രദ്ധിക്കണമായിരുന്നു. അപ്പോൾ അവനെ ഒന്ന് വാണിംഗ് കൊടുക്കത്തക്ക രീതിയിൽ നമുക്ക് ബിൽട്ടപ്പ് ഏരിയ ഇരുന്നാലും കുഴപ്പമില്ല. എമർജൻസി സാഹചര്യത്തിൽ ഹോൺ അടിക്കാം. സോ നോട്ട് പ്രൊഹിബിറ്റഡ് ആണ്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഹോൺ അടിക്കുന്നതിന് പ്രശ്നമില്ല. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ഇറ്റ് പ്രൊഹിബിറ്റഡ് ഡ്യൂറിങ് ദി ഡേ ടു ഗീവ് വാർണിംഗ് സിഗ്നൽ with the main beam headlight if this may cause blinding to other drivers? ഓക്കെ, അതായത് ഇത് ഇങ്ങനൊരു സാഹചര്യം അത് എന്താ പറയുക, അനുവദനീയമാണോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഈസ് ഇറ്റ് പ്രൊഹിബിറ്റഡ് ഡ്യൂറിങ് ദി ഡേ ടു ഡ്രൈവ് വാർണിംഗ് സിഗ്നൽസ് വിത്ത് ദി മെയിൻ ബീം ലൈറ്റ്സ് ഇഫ് ദിസ് മേ കോസ് ബ്ലൈൻഡിങ് ടു അതർ ഡ്രൈവേഴ്സ്? അപ്പോൾ അതിൻ്റെ ആൻസർ യെസ് ആണ് അതിൻ്റെ ആൻസർ കേട്ടോ. ഇറ്റ് ഈസ് നോട്ട് പ്രൊഹിബിറ്റഡ്. ഈ ഒരു സാഹചര്യം, നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ഡ്രൈവേഴ്സിന് വാർണിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഹൈ ബീം ലൈറ്റ് ഓണാക്കാം. അവരൊരു അലർട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഹൈ ബീം ലൈറ്റ് ഓണാക്കി കാണിക്കാം. നമ്മൾ ലൈറ്റ് അടിച്ച് കാണിക്കില്ല, ശ്രദ്ധിക്കാൻ വേണ്ടി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ യു അലൗഡ് ടു യൂസ് ഹൈ ബീം ലൈറ്റ്സ് ഇൻ ദിസ് സിറ്റുവേഷൻ? ഈ ഒരു സാഹചര്യത്തിൽ ഹൈ ബീം ലൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് എന്ത് സാഹചര്യമാണെന്ന് നോക്കാം കേട്ടോ. ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. കാര്യം എന്താണ്, നമ്മൾ ഹൈ ബീം ലൈറ്റ് ഉപയോഗിച്ച് ഓപ്പോസിറ്റ് വരുന്ന, ഇതൊരു 2-വേ റോഡാണ്, ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്ക് അവരുടെ വിസിബിലിറ്റി ക്ലിയർ ആവില്ല, ആക്സിഡൻറ്റ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ നോ ആണ് എൻ്റെ ആൻസർ. അടുത്ത 40ാമത്തെ ക്വസ്റ്റ്യൻ, ആർ യു അലൗഡ് ടു യൂസ് ഹൈ ബീം ലൈറ്റ്സ് ഇൻ ദിസ് സിറ്റുവേഷൻ? നമുക്കത് വീണ്ടും നോക്കാം. എന്താണ് സിറ്റുവേഷൻ? ഹൈ ബീം ലൈറ്റ്സ് യൂസ് ചെയ്യാൻ അലൗ ആണോ എന്നാണ് ചോദിക്കുന്നത്. നോ ആണ് എൻ്റെ ആൻസർ. നേരത്തെ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ് റിപ്പീറ്റ് ചെയ്തത്. ആർ യു അലൗഡ് ഇൻ ദി സിറ്റുവേഷൻ ടു യൂസ് എ വാർണിംഗ് സൗണ്ട് സിഗ്നൽ? അത് എന്താണ് ആ സിറ്റുവേഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് വീണ്ടും ചോദിച്ചേക്കുന്നത്. ആർ യു അലൗഡ് ഇൻ ദി സിറ്റുവേഷൻ ടു യൂസ് എ വാർണിംഗ് സൗണ്ട് സിഗ്നൽ? കാര്യം എന്താണ്, ഇവിടെ നമുക്ക് സ്റ്റോപ്പ് സൈനോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മുടെ പ്രയോറിറ്റിയാണ്. അവൻ അവിടെ നിന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അവൻ ശ്രദ്ധിക്കണമായിരുന്നു, അവൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കൊരു ഹോൺ അടിക്കാം. ഓക്കെ, സോ ആർ യു അലൗഡ് ഇൻ ദി സിറ്റുവേഷൻ ടു യൂസ് എ വാർണിംഗ് സൗണ്ട് സിഗ്നൽ? യെസ് ആണ് എൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈസ് ഇറ്റ് റീസണബിൾ ടു യൂസ് ദി ഹോൺ റിപ്പീറ്റഡ്ലി ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റോപ്പിംഗ് ദി വെഹിക്കിൾ? നോക്കാം നമുക്ക് എന്താണ് സംഭവം. നോ ആണ് എൻ്റെ ആൻസർ കേട്ടോ. കാര്യം ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. അദ്ദേഹം റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വരുവാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ ഹോൺ റിപ്പീറ്റഡ്ലി 1-2 തവണയൊക്കെ നമ്മൾ അടിച്ച് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അങ്ങനെ അദ്ദേഹത്തിനെ കയറ്റി വിടണം. അപ്പോൾ നോ ആണ് എൻ്റെ ആൻസർ. എന്ത് കാര്യമായിരുന്നാലും അത് അലൗഡല്ല. സോ ആർ യു ഒബ്ലിഗേറ്റഡ് ഇൻ ദി സിറ്റുവേഷൻ ടു യൂസ് ആൻ ഇൻഡിക്കേറ്റർ?
ഉറപ്പായിട്ടും ഇവിടെ നമുക്ക് റൈറ്റ് മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്നാണ് കൊടുത്തേക്കുന്നത്. കണ്ടോ, ഓൺലി റൈറ്റ്. വാർണിംഗും ഉണ്ട്, കാര്യം നമ്മൾക്ക് പ്രയോറിറ്റി ഇല്ല, നമ്മളവിടെ ചെക്ക് ചെയ്യണം. പക്ഷേ ഇൻഡിക്കേറ്റർ നമ്മൾ ഏത് ഡയറക്ഷനിൽ പോയാലും ഇടണം, അത് നിയമമാണ്. ഓക്കെ, ബാധ്യസ്ഥനാണ് നമ്മൾ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ യു ഡ്രൈവ് യുവർ വെഹിക്കിൾ ഇൻ സച്ച് കണ്ടീഷൻസ് വിത്ത് ദി ഫോഗ് ലൈറ്റ് സ്വിച്ച് ഓൺ? ഏത് കണ്ടീഷനാണെന്ന് നോക്കാം നമുക്ക്. നേരത്തെ കണ്ട സെയിം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അവൻ വന്ന് കയറുന്നില്ലേ? നോ ആണ്. ഈ സമയത്ത് നമ്മൾ ഫോഗ് ലൈറ്റ്സ് അല്ലേ ഇടാവുള്ളൂ. നമ്മൾ ഹൈ ബീം ലൈറ്റ് അടിച്ച് അവനെ ജസ്റ്റ് ഒന്ന് കാണിക്കാം, അതുപോലെ നമുക്ക് ഹോൺ അടിക്കാം. ഫോഗ് ലൈറ്റ് അല്ലേ ഇടാവുള്ളൂ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷുഡ് യു സിഗ്നൽ യുവർ ഇൻറ്റൻഷൻ ടു ടേൺ റൈറ്റ് ഇൻ ദിസ് സിറ്റുവേഷൻ? യെസ്, തീർച്ചയായിട്ടും നമ്മൾ സിഗ്നൽ ഇടണ്ടേ, സിഗ്നൽ ഇട്ടേ പറ്റുള്ളൂ വലത്തേക്ക് തിരിയാനായിട്ട്. അടുത്ത, ഇൻ ദിസ് സിറ്റുവേഷൻ ആർ യു ഒബ്ലിഗേറ്റ് ടു ചേഞ്ച് ഹൈ ബീം ലൈറ്റ്സ് ടു ലോ ബീം ലൈറ്റ്? നമുക്ക് നോക്കാം, വീഡിയോ കണ്ടു നോക്കാം. നമ്മൾ ഹൈ ബീം ലൈറ്റ് ഇട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ലോ ബീം ആക്കി കൊടുക്കണമോ എന്നാണ് ചോദിക്കുന്നത്. ഉറപ്പായിട്ടും ആയി കൊടുക്കണം. ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഈ ഡ്രൈവർ ഓവർടേക്ക് ചെയ്ത് കയറുമ്പോൾ നമ്മൾ ഹൈ ബീമാണ് ഇട്ടേക്കണേ, അവനൊന്നും കാണാൻ പറ്റില്ല അവൻ്റെ ട്രാക്കിലൂടെ കയറാനായിട്ട്. സോ ഇൻ ദിസ് സിറ്റുവേഷൻ ആർ യു ഒബ്ലിഗേറ്റ് ടു ചേഞ്ച് ഹൈ ബീം ലൈറ്റ്സ് ടു ലോ ബീം ലൈറ്റ്സ്? യെസ് ആണ് അതിൻ്റെ ആൻസർ കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ ദിസ് സിറ്റുവേഷൻ ഷുഡ് യു ചേഞ്ച് ഹൈ ബീം ലൈറ്റ്സ് ടു ലോ ബീം ലൈറ്റ്സ്? നമുക്ക് എന്താണ് ആ സാഹചര്യം എന്നൊന്നും കൂടി നോക്കാം. നമ്മൾ ശരിയാണ്, നമ്മൾ മാറ്റി കൊടുക്കണം. കാര്യം എന്താണ്, അവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ട്, അവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ യെസ് ആണ് അതിൻ്റെ ആൻസർ. നമ്മൾ ദൂരെ നിന്നൊരു വണ്ടി വരുന്നുണ്ട്, നമ്മൾ ഹൈ ബീം മാറ്റി ലോ ബീം ആക്കി കൊടുത്തില്ലെങ്കിൽ അവന് കണ്ണ് കാണാൻ പറ്റില്ല. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ ദിസ് സിറ്റുവേഷൻ ക്യാൻ യു യൂസ് ഹൈ ബീം ലൈറ്റ്സ്? നമുക്ക് നോക്കാം എന്താണെന്ന്. ഈ ഒരു സമയത്ത് ഹൈ ബീം ലൈറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. നോ ആണ് കേട്ടോ. ഹൈ ബീം ലൈറ്റ് വണ്ടി ഇപ്പോഴും പോയിട്ടില്ല, കടന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വെയർ യു ഒബ്ലിഗേറ്റ് ടു യൂസ് ആൻ ഇൻഡിക്കേറ്റർ ഇൻ ദി സിറ്റുവേഷൻ ഷോൺ? ഓക്കെ, ഐ തിങ്ക് എൻ്റെ ആൻസർ യെസ് ആണ് കേട്ടോ. കാര്യം എന്താണ്, ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്ലൈറ്റ്ലി ജസ്റ്റ് ഇടത്തേക്ക് മാറയില്ലേ, അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടണം. അവിടെ നിന്ന് വണ്ടികളും വരുന്നുണ്ട്, അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഇടണം. ഇനി വാഹനങ്ങൾ പാർക്ക് ചെയ്ത ചില സാഹചര്യങ്ങളിൽ ഇതുപോലെ വാഹനങ്ങൾ വലതുവശത്ത് പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ, ചില ഏരിയകളിൽ. അപ്പോൾ ഇനി നമ്മൾ കടന്ന് പോയതിന് ശേഷം നമ്മൾ വീണ്ടും വലത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മുടെ പൊസിഷൻ കറക്റ്റ് ആകും. അപ്പോൾ യെസ് ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ അടുത്തത്, ഇൻ ദിസ് സിറ്റുവേഷൻ ക്യാൻ യു യൂസ് ഹോൺ? നോ ആണ് അതിൻ്റെ ആൻസർ കേട്ടോ. കാര്യം ഹാൻഡിക്യാപ്ഡാണ് ആൾ, വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഹോൺ അടിച്ച് അദ്ദേഹത്തിനെ പേടിപ്പിക്കാൻ പാടില്ല. ഓക്കെ, ഒന്നുകൂടെ കണ്ടോ. ഇപ്പോൾ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. നേരത്തെ നമ്മൾ കണ്ട പല ക്വസ്റ്റ്യനിൽ ഹോൺ അടിക്കണം എന്നുള്ളത് കൊണ്ട് ഹോൺ അടിക്കേണ്ടെന്നുണ്ട്. ഒരു കാറാണ് ചിലപ്പം എന്താ പറയുക ഇറങ്ങി വരുന്നതെങ്കിൽ നമുക്ക് ഹോൺ അടിക്കാം. സോ ഇതൊരു വ്യക്തിയാണ്, അദ്ദേഹം ഒരു എന്താ പറയുക ഒരു സുഖമില്ലാത്തൊരു പേഴ്സണാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ യു യൂസ് ദി ഹോൺ ഇൻ ദിസ് സിറ്റുവേഷൻ ടു വാൺ ദി പെഡസ്ട്രിയൻ ഓഫ് ഡേഞ്ചർ? അതായത് ഈ ഒരു സാഹചര്യത്തിൽ കാൽനട യാത്രക്കാരൻ ഒരു അപകടത്തിലാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഹോൺ അടിച്ച് അദ്ദേഹത്തിനെ കാണിക്കാമെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഈ സമയത്ത് ഈ സാഹചര്യത്തിൽ നമുക്ക് അടിക്കാം. കാര്യം ഐ തിങ്ക് അടിക്കാം. കാര്യം ഒരു ലകാലും ഇല്ലാതെ ഓടി വരികയാണ് കണ്ടില്ലേ. അപ്പോൾ ഈ സാഹചര്യം നമ്മൾ കറക്റ്റാണ്, വിഷ്വൽ നമ്മൾ കറക്റ്റാണ് നമ്മൾ മനസ്സിൽ ഒബ്സർവ് ചെയ്യണം. നമ്മളാണ് ആ വണ്ടി ഓടിച്ച് കൊണ്ടുപോകുന്നത് എന്നൊരു ചിന്ത വേണം. കണ്ടാ, അവനൊന്നും നോക്കാതെ എടുത്ത് ചാടുകയാണ്. അപ്പോൾ നമ്മൾ അടിക്കാം ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ നേരത്തെ നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ അടിക്കേണ്ട എന്നുള്ളൊരു സാഹചര്യമായിരുന്നു, ഇതിൽ നമുക്ക് അടിക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദിസ് സിറ്റുവേഷൻ ആർ യു റിക്വയർഡ് ടു സിഗ്നൽ യുവർ ഇൻറ്റൻഷൻ ടു റിട്ടേൺ ടു ദി റൈറ്റ് ലൈൻ വിത്ത് ദി ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ? നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കാം നമുക്ക്. നമ്മളത് അവിടെ കാർ കിടക്കുന്നതുകൊണ്ട് ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് മാറി വീണ്ടും നമ്മൾ തിരിച്ച് റൈറ്റിലേക്ക് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കയറണം. അത് നമ്മൾ റെസ്പോൺസിബിലിറ്റിയാണ്. യെസ് ആണ് അതിൻ്റെ ആൻസർ കേട്ടോ. സോ മനസ്സിലായല്ലോ, വളരെ സിമ്പിളാണ്, മനസ്സിലാക്കി പഠിക്കുക. ഡസ് ദി ബിഹേവിയർ ഓഫ് ദി പെഡസ്ട്രിയൻ റിക്വയർ യു ടു യൂസ് ദി ഹോൺ? അതായത് ഒരു കാൽനട യാത്രക്കാരൻ്റെ ഒരു പെരുമാറ്റം നമ്മൾ ഒരു ഹോൺ അടിക്കാൻ
ഒരു ആവശ്യത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് ആ വീഡിയോ എന്ന് കേട്ടോ. ഒരിക്കലുമില്ല, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. ഇവിടെ ഹോൺ അടിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മളെപ്പോഴും ആ വിഷ്വൽ നമ്മളാണ് ആ വണ്ടി ഓടിക്കുന്നുള്ള ചിന്ത വേണം. അദ്ദേഹം കൂളായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷനിൽ കൂടെ നടന്നു വരുവാണ്. അവിടെ ചവിട്ടേണ്ട ഉത്തരവാദിത്തം നമ്മളാണ് നോക്കിയിട്ട്. അവിടെ ഹോൺ അടിച്ച് അദ്ദേഹത്തിനെ പേടിപ്പിക്കാൻ ഒരിക്കലും പാടില്ല. നോ ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ യു ഒബ്ലിഗേറ്റ് ടു ഹാവ് ദി ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ പെർമനൻ്റ്ലി സ്വിച്ച് ഓൺ വെൻ ഡ്രൈവിംഗ് സ്ട്രൈറ്റ് എഹെഡ് ഡ്യൂ ടു പാസിംഗ് ഓഫ് പാർക്ക്ഡ് വെഹിക്കിൾ? ഐ തിങ്ക് നോ ആണ് എൻ്റെ ആൻസർ കേട്ടോ. പെർമനൻ്റ് ആയിട്ട് നമ്മൾ ഇവിടെ ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് സ്ട്രൈറ്റ് ഓടിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആർ യു അലൗഡ് ഇൻ ദി സിറ്റുവേഷൻ ടു യൂസ് ദി സൗണ്ട് സിഗ്നൽ ടു വർക്ക് ഓൺ സ്റ്റേഷനറി വെഹിക്കിൾസ്? ഓക്കെ, നോ ആണ് എൻ്റെ ആൻസർ. കാര്യം എന്താണ്? ഈ ഒരു സാഹചര്യത്തിൽ ഫ്രണ്ടിൽ ട്രാഫിക്കാണ്, നമ്മൾ ഹോൺ അടിക്കേണ്ട കാര്യമില്ല. ട്രാഫിക് കിടക്കുന്ന വണ്ടി ഹോൺ അടിച്ചാൽ മുമ്പോട്ട് ഒരിക്കലും പോവില്ല. അപ്പം സാഹചര്യം നമ്മൾ നോക്കണം. ഓക്കെ, വേണ്ട. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ യു ഒബ്ലിഗേറ്റ് ടു യൂസ് ലോ ബീം ലൈറ്റ്സ് ഇൻ ദി സിറ്റുവേഷൻ? നമുക്ക് നോക്കാം. ഈ സാഹചര്യത്തിൽ ലോ ബീം ലൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യാവുള്ളത്. യെസ് ആണ് കേട്ടോ. ഹൈ ബീം ലൈറ്റ് ഓൺ ആക്കിയാൽ ആ ഡ്രൈവർക്ക് ഓപ്പോസിറ്റ് വരുന്നവന് കണ്ണ് കാണാൻ പറ്റില്ല. സോ 57ാമത്തെ ചോദ്യം, ഈസ് യൂസിങ് ആൻ ഇൻഡിക്കേറ്റർ നെസസറി ബിഫോർ ടേണിങ് റൈറ്റ് അറ്റ് ദി ഇൻ്റർസെക്ഷൻ? അതായത് നിങ്ങൾ ഒരു കവലയിൽ വലത്തേക്ക് തിരിയുന്നതിന് മുമ്പ് പിന്നെ ഇൻഡിക്കേറ്റർ ഇടുക എന്നുള്ളത് ഒരു ആവശ്യമായിട്ടുള്ളൊരു സംഭവമാണോ, നെസസറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണോ എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും നോക്കാം. യെസ് ആയിരിക്കും അതിൻ്റെ ആൻസർ. നോക്കുക, നമ്മൾ വരികയാണ്. അവിടെ സ്റ്റോപ്പുണ്ട്, സോളിഡ് ലൈനുണ്ട്, നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഓൺലി റൈറ്റ് ബോർഡാണ് വെച്ചേക്കുന്നത്, വലത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടണം, എന്തായാലും ഇട്ടേ പറ്റുള്ളൂ കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആഫ്റ്റർ പെർഫോമിങ് എ മാനുവർ ടു ദി റൈറ്റ് അറ്റ് ദിസ് ഇൻ്റർസെക്ഷൻ ആർ യു ഒബ്ലിഗേറ്റ് ടു സ്വിച്ച് ഓഫ് ദി ഇൻഡിക്കേറ്റർ? നോക്കാം, സാഹചര്യം നോക്കണം കേട്ടോ. Okay, after performing a maneuver to the right at the intersection, are you obligated to switch off the indicator? Yes ആണ് അതിൻ്റെ ആൻസർ. നമ്മൾ വലത്തേക്ക് ഇൻഡിക്കേറ്റർ തിരിഞ്ഞ് നമ്മൾ വലത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യണം ഇൻഡിക്കേറ്റർ. അത് കണ്ടിന്യൂ ഇടാൻ പാടില്ല. ചിലരൊക്കെ കണ്ടില്ലേ ലെഫ്റ്റും റൈറ്റൊക്കെ എപ്പോഴും ഇൻഡിക്കേറ്റർ ഇട്ട് ഓടിക്കുന്നത്. അത് മറ്റുള്ള വാഹനങ്ങളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും, ആക്സിഡൻസ് ഉണ്ടാകും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, you intended to turn right, are you obligated to use an indicator? വലത്തേക്ക് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നമ്മൾ എന്താ പറയുക, ഇൻഡിക്കേറ്റർ ഇടാൻ ബാധ്യസ്ഥനാണോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, ഉറപ്പായിട്ടും നമ്മൾ ഇൻഡിക്കേറ്റർ ഇടണം കേട്ടോ. അതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, അറിയാലോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ യു ഒബ്ലിഗേറ്റ് ഇൻ ദി സിറ്റുവേഷൻ ടു യൂസ് ദി ലോ ബീം ലൈറ്റ്സ് ഓർ ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ്? ഈ സമയത്ത് നല്ല ക്ലിയർ ആണ്, നമ്മൾ പിന്നെ ഡേ ടൈം റണ്ണിങ് ലൈറ്റ് ഇട്ട് നമുക്ക് ഓടാം കേട്ടോ. യെസ് ആണ് അതിൻ്റെ ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദിസ് സിറ്റുവേഷൻ ബിഫോർ യു ഓവർടേക്ക് ദി സൈക്ലിസ്റ്റ് ആർ യു ഒബ്ലിഗേറ്റ് ടു സൗണ്ട് ദി ഹോൺ? ഇതെന്താണ് സാഹചര്യം നോക്കണം. നമ്മൾ സൈക്ലിസ്റ്റിനെ ഓവർടേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഹോൺ അടിക്കണമെന്നാണ് ചോദിക്കുന്നത് ഈ സാഹചര്യത്തിൽ. ഓക്കെ, ഇൻ ദിസ് സിറ്റുവേഷൻ ബിഫോർ യു ഓവർടേക്ക് ദി സൈക്ലിസ്റ്റ് ആർ യു ഒബ്ലിഗേറ്റ് ദി സൗണ്ട് ഹോൺ? നോ ആണ് ഐ തിങ്ക്. കാര്യം എന്താണ്, ഇവിടെ സോളിഡ് ലൈനാണ് വെച്ചേക്കുന്നത്, അവൻ സൈഡ് ഒതുങ്ങി പോവുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഹോൺ അടിച്ച് അവനെ പേടിപ്പിക്കാൻ പാടില്ല, മനസ്സിലായോ? നോക്കിയോ, നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് ഇവിടുത്തെ നമ്മളെ വണ്ടികളൊക്കെ പോയ ശേഷം ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കയറി നമ്മൾ ഇത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നമ്മൾ മുന്നിലേക്ക് പോകും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, there are no other vehicles behind you on the road, are you allowed in this situation to resign from signaling your intention to turn right? അതായത് നമ്മുടെ പുറകിൽ മറ്റു വാഹനങ്ങളും ഒന്നും ഇല്ല എന്ന് കരുതുക. എന്നാലും നിങ്ങൾ വലത്തേക്ക് തിരിയുമ്പോൾ നിങ്ങളുടെ ഇൻഡിക്കേറ്റർ
പിന്നെ ഇടുന്ന ഒരു പ്രവണത നിങ്ങൾ ഉപേക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ഒരിക്കലും ഇല്ല. ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഇൻഡിക്കേറ്റർ ഇടണം കേട്ടോ. ദർ ആർ നോ അതർ വെഹിക്കിൾ ബിഹൈൻഡ് യു ഓൺ ദി റോഡിലില്ല. ആർ യു അലൗഡ് ഇൻ ദി സിറ്റുവേഷൻ ടു റിസൈൻ ഫ്രം സിഗ്നൽ യുവർ ഇൻറ്റൻഷൻ റൈഡ്? ഒരിക്കലും അല്ല, നോ. നമ്മൾ എന്തായാലും ഇടണം കേട്ടോ. റിസൈൻ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഷുഡ് യു യൂസ് ദി ഹോൺ ഇൻ ദി സിറ്റുവേഷൻ? ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഹോൺ ഉപയോഗിക്കാമെന്നാണ് ചോദിക്കുന്നത്. എന്താണ് സാഹചര്യം എന്ന് നമുക്ക് നോക്കാം. നോ 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 ഒരിക്കലും ഹോൺ അടിക്കാൻ പാടില്ല. കാര്യം അതൊരു എന്താ പറയുക, ഡെസിഗ്നേറ്റഡ് പെഡസ്ട്രിയൻ ക്രോസിങ് ഏരിയ ആണ്. അവിടെ നമ്മൾ അവരെ കയറ്റി വിടണം. ഒരിക്കലും ഹോൺ അടിച്ച് അവരെ കൺഫ്യൂഷൻ ആക്കാൻ പാടില്ല. നോ ആണ്. കണ്ടോ, ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? നമ്മൾ തിരിഞ്ഞു വരികയാണ്, അതൊരു പെഡസ്ട്രിയൻ ആണ്. അവിടെ സൈക്കിൾ ഓടിക്കുന്ന ആ വ്യക്തി സ്പീഡിന് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഹോൺ അടിച്ച് അദ്ദേഹത്തിനെ മറിച്ചിടാൻ നോക്കാൻ പാടില്ല കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എപ്പോഴും സാഹചര്യം നോക്കി മാത്രം ആൻസർ ചെയ്യുക. ഫസ്റ്റ് ലുക്കിൽ ആൻസർ ചെയ്യാതിരിക്കുക. ടിൽ ദി എൻഡ് വരെ വാച്ച് ചെയ്യുക വീഡിയോ. യു ഇൻറ്റൻഡ് ടു കണ്ടിന്യൂ ഡ്രൈവിംഗ് ഓൺ ദി പ്രയോറിറ്റി റോഡ്. ഷുഡ് യു യൂസ് ആൻ ഇൻഡിക്കേറ്റർ? പ്രയോറിറ്റി റോഡ് എന്ന് പറയുമ്പോൾ മനസ്സിലായോ? ഇതാണ് പ്രയോറിറ്റി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. എന്നാലും നമ്മൾ ഇൻഡിക്കേറ്റർ ഇടണമെന്നാണ് ചോദിക്കുന്നത്. യെസ്, ഇൻഡിക്കേറ്റർ ഓൾവേസ് നമുക്ക് ഇട്ടേ പറ്റുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ഫ്രണ്ടായി പോയി കേട്ടോ. സോ ഇഫ് യു പാർക്ക് യുവർ കാർ അറ്റ് നൈറ്റ് ഓൺ ആൻ അൺലിറ്റ് റോഡ്, ആർ യു ഒബ്ലിഗേറ്റ് ടു യൂസ് പൊസിഷൻ ഓർ പാർക്കിംഗ് ലൈറ്റ്? യെസ് ആണ് അതിൻ്റെ ആൻസർ കേട്ടോ. അതായത് അൺലിറ്റ് റോഡ് എന്ന് പറയുമ്പോൾ വെട്ടവും വെളിച്ചമൊന്നും ഇല്ലാത്ത ഒരു റോഡിൽ നമ്മൾ വാഹനം പാർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പൊസിഷൻ ലൈറ്റ്സ്, നിങ്ങളുടെ ലൈറ്റ്സ്, പാർക്കിംഗ് ലൈറ്റ്സ്, ഇൻഡിക്കേറ്ററൊക്കെ ഓണാക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണോ എന്നാണ്. യെസ് ആണ് അതിൻ്റെ ആൻസർ കേട്ടോ. കറക്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ക്യാൻ യു സൗണ്ട് ദി ഹോൺ ടു വാൺ അതേഴ്സ് എഗെയിൻസ്റ്റ് ഇമ്മിനൻറ്റ് ഡേഞ്ചർ? യെസ്, നമുക്ക് ചെയ്യാം. എന്താണ്? അതായത് ഭയങ്കര റിയൽ എമർജൻസി ഡേഞ്ചർ ആയിട്ട് പിന്നെ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഹോൺ യൂസ് ചെയ്യാം. അതെന്തൊക്കെ സാഹചര്യങ്ങളാണെന്ന് ഇപ്പോൾ പല കേസുകൾ നമ്മുടെ സുഹൃത്തുക്കൾ കണ്ടു. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ പാർക്കിംഗ് ഓൺ ദി റോഡ് ഇൻ ദിസ് സിറ്റുവേഷൻ, ആർ യു ഒബ്ലിഗേറ്റ് ടു സ്വിച്ച് ഓൺ ദി പൊസിഷൻ ലൈറ്റ്സ് ഓർ പാർക്കിംഗ് ലൈറ്റ്സ്? യെസ്, സാഹചര്യം മനസ്സിലായോ? വെട്ടം കുറവാണ് അവിടെ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ മറ്റ് റോഡ് യൂസേഴ്സിന് നമ്മളൊരു എന്താ പറയുക, ഒരു വാർണിംഗ് പോലെ അവർ നമ്മൾ കാണത്തക്ക രീതിയിൽ നമ്മൾ പൊസിഷൻ ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഓണാക്കി ഇടണം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആഫ്റ്റർ പാസിംഗ് ദി വെഹിക്കിൾ ഇൻ ദി സിറ്റുവേഷൻ, ആർ യു അലൗഡ് ടു ചേഞ്ച് ദി ലോ ബീം ലൈറ്റ്സ് ഇൻ ടു ഹൈ ബീം ലൈറ്റ്സ്? നമുക്ക് എന്താണ് ആ സാഹചര്യം നോക്കാം. ഈ സൈൻ ബോർഡ് കണ്ട, ഇത് ബിൽട്ടപ്പ് ഏരിയ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇങ്ങനെ വരയിട്ട് കഴിഞ്ഞാൽ ബിൽട്ടപ്പ് ഏരിയയിൽ സാധാരണ സ്പീഡ് ലിമിറ്റ് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ 50 സ്പീഡ് ലിമിറ്റ്. ഇതിങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തൊട്ട് നമുക്ക് സ്പീഡ് ലിമിറ്റ് ചിലപ്പോൾ 70 ആവും, 80 ആവും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ സിറ്റുവേഷൻ നോക്കാം. ഓക്കെ, ആഫ്റ്റർ പാസിംഗ് ദി വെഹിക്കിൾ ഇൻ ദി സിറ്റുവേഷൻ, ആർ യു അലൗഡ് ടു ചേഞ്ച് ദി ലോ ബീം ലൈറ്റ്സ് ടു ഹൈ ബീം ലൈറ്റ്? ഈ സാഹചര്യത്തിൽ നമുക്ക് ഹൈ ബീം ലൈറ്റ് ഓൺ ആക്കാം. എന്താണ് കാര്യം? സ്ട്രൈറ്റ് വണ്ടികളും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ദൂരക്കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ ബീം ലൈറ്റ് ഓൺ ആക്കാം. കാര്യം ചിലപ്പം എന്തെങ്കിലും വല്ല ആനിമൽസോ കാര്യങ്ങളൊക്കെ എടുത്ത് ചാടണമെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ നമുക്ക് ഓണാക്കാം കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ ദിസ് സിറ്റുവേഷൻ, ആർ യു റിക്വയർഡ് ടു സിഗ്നൽ യുവർ ഇൻറ്റൻഷൻ ടു ക്രോസ് ദി ഡോട്ടഡ് ലൈൻ വിത്ത് ദി ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ? നോക്കാം നമുക്ക് എന്താണ് കേട്ടോ. സാഹചര്യം, സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ശരി, നമ്മൾ വന്നിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഇടത്തേക്ക് കയറുകയാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഡോട്ടഡ് ലൈൻ ക്രോസ് ചെയ്ത് നമ്മൾ ഇടത്തോട്ട് കയറുമ്പോൾ ഇൻഡിക്കേറ്റർ നമ്മൾ ഇടണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദിസ് സിറ്റുവേഷൻ, ആർ യു അലൗഡ് ടു ചേഞ്ച് ദി ട്രാഫിക് ലൈൻ വിത്തൗട്ട് പ്രയോ സിഗ്നലിംഗ് ഓഫ് ദിസ് മാനുവർ? നമുക്ക് നോക്കാം എന്താണ് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം കേട്ടോ. നമ്മളിവിടെ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് കീപ്പ് ചെയ്യുവാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടാതെ കയറാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഒരിക്കലും നോ ആണ് കേട്ടോ. നമ്മൾ അതിൻ്റെ ഇൻഡിക്കേറ്റർ ഇട്ടേ കയറാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ആൻസർ. ഇൻ ദിസ് സിറ്റുവേഷൻ, ഈ അവതരിപ്പിച്ച സാഹചര്യം ഒന്നും കൂടെ നോക്കാം. നമ്മളിങ്ങനെ വരികയാണ്, ഇവിടെ ട്രാക്ക് കഴിഞ്ഞ് നമ്മൾ റൈറ്റ് കീപ്പ് ചെയ്യാൻ പറയുവാണ്. അപ്പോൾ ഇവിടുന്ന് പ്രയോറിറ്റി വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവരെ കയറ്റി വിടണം, ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ നിൽക്കണം. സോ ഇൻ ദിസ് സിറ്റുവേഷൻസ്, ആർ യു അലൗഡ് ടു ചേഞ്ച് ട്രാഫിക് ലൈൻ വിത്തൗട്ട് പ്രയോ സിഗ്നൽ ഓഫ് ദിസ് മാനുവർ? അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു സ്വഭാവം നമുക്ക് ഇൻഡിക്കേറ്റർ ഇടാതെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഒരിക്കലും ഇല്ല, നോ. സോ ആൻസർ ഈസ് നോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആർ യു അലൗഡ് ഇൻ ദിസ് സിറ്റുവേഷൻ ടു റിസൈൻ ഫ്രം യൂസിങ് ആൻ ഇൻഡിക്കേറ്റർ? അതായത് ഈ ഒരു സാഹചര്യത്തിൽ
നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുന്ന ആ ഒരു പ്രവണത ഒഴിവാക്കണോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഈ ഒരു സാഹചര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അത് അനുവദനീയമാണോ എന്നാണ് ചോദിക്കുന്നത്. ഒരിക്കലും ഇല്ല. നമ്മൾ പറഞ്ഞ സെയിം ക്വസ്റ്റ്യനാണ്. ഇവിടെ ട്രാക്ക് കഴിഞ്ഞു, നമ്മൾ റൈറ്റിലേക്ക് കീപ്പ് ചെയ്യണം. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഇൻഡിക്കേറ്റർ ഇടണം. സോ ആർ യു അലൗഡ് ഇൻ ദി സിറ്റുവേഷൻ ടു റിസൈൻ ഫ്രം യൂസിങ് ആൻ ഇൻഡിക്കേറ്റർ? കറക്റ്റായി വായിച്ച് നോക്കണം. അപ്പോൾ റിസൈൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നോ, നമ്മൾ ഇൻഡിക്കേറ്റർ ഇടണം. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 72ാമത്തെ ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ യു obligate to indicate a breakdown of a motor vehicle on the express road throughout that time the vehicle remains parked there? ഓക്കെ, യെസ് ആണ് അതിൻ്റെ ആൻസർ. കാര്യം എന്താണ്? നമ്മുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ഫോർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും നമ്മുടെ ട്രയാങ്കിൾസും എല്ലാം നമ്മളവിടെ വയ്ക്കണം. നമ്മുടെ ബാധ്യതയാണത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു ഇൻറ്റൻഡഡ് ടു ഡ്രൈവ് ഇൻ ടു ദി റൈറ്റ് ലൈൻ ഓഫ് ദി റോഡ് വേ, ആർ യു ഒബ്ലിഗേറ്റഡ് ടു യൂസ് ആൻ ഇൻഡിക്കേറ്റർ? അതായത് നമ്മളിപ്പോൾ നമ്മളെ റോഡ് വേയുടെ വലത്ത് സൈഡിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടാൻ ബാധ്യസ്ഥനാണോ എന്നാണ്. യെസ് ആണ് അതിൻ്റെ ആൻസർ കേട്ടോ. അതൊക്കെ എല്ലാം പല സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡസ് ദി ഒബ്ലിഗേഷൻ ടു യൂസ് ലോ ബീം ലൈറ്റ് ഇൻ ദി കാർ അപ്ലൈ ഓൺലി ടു ദി വിൻ്റർ പീരിയഡ്? ഒരിക്കലും അല്ല കേട്ടോ. വിൻ്റർ പീരിയഡ് അല്ല, മാത്രമല്ല ലോ ബീം ലൈറ്റ് നമുക്ക് ഓൾ ദ ടൈം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതൊന്നും കുഴപ്പമില്ല. വിൻ്റർ സമയത്ത് മാത്രമല്ല ഇടുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ നോയാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ യു അലൗഡ് ഇൻ ദി സിറ്റുവേഷൻ ടു യൂസ് ദി സൗണ്ട് സിഗ്നൽ ടു എർഗ് ഓൺ ദി സൈക്ലിസ്റ്റ്? ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് സാഹചര്യം എന്ന് നോക്കാം. അദ്ദേഹം ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഹോൺ അടിക്കണമെന്നാണ് ചോദിക്കുന്നത്. വേണ്ട, ഒരിക്കലും ഹോൺ അടിച്ച് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കണം. അങ്ങനെ ഒരു സൈഡ് വാരം പിടിച്ച് പോയല്ലേ. നമുക്ക് ഇടത് സൈഡിൽ വണ്ടി ഓപ്പോസിറ്റ് വണ്ടി വരുന്നില്ല, ഇടത് സൈഡിൽ ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് കൂളായിട്ട് പോകാം. ഐ തിങ്ക് നോ, ഞാനാണെങ്കിൽ അടിക്കില്ല. സോ നോ ആണ് അതിൻ്റെ ആൻസർ. സോ നമ്മൾ ആ സിറ്റുവേഷൻ, നമ്മളാണ് ആ വണ്ടിയിൽ പോകുന്നതെന്ന് ചിന്തിച്ച് മാത്രം വീഡിയോസ് കണ്ട് ഉത്തരം കൊടുക്കുക. ഇൻ ദി സിറ്റുവേഷൻ ആർ യു അലൗഡ് ടു യൂസ് ദി ഹോൺ ഇൻ ഓർഡർ ടു ഇൻഡ്യൂസ് ദി ഡ്രൈവർ ഓഫ് ദി പ്രൊസീഡിങ് വെഹിക്കിൾ ടു ലീവ് ദി ഇൻ്റർസെക്ഷൻ ഫാസ്റ്റർ? അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക, അവൻ അവിടെ പോയിട്ട് അവൻ്റെ പ്രയോറിറ്റി അല്ല, സ്ട്രൈറ്റ് വരുന്ന വാഹനങ്ങൾ പ്രയോറിറ്റിയാണ്. ആളെയും ഇൻഡിക്കേറ്റർ ഇട്ട് നിൽക്കുകയാണ് ലെഫ്റ്റ് പോകാനായിട്ട്. സോ ഈ സമയത്ത് നമ്മൾ പറയുക വന്നിട്ട് അവനെ ഹോൺ അടിച്ച് നീ പെട്ടെന്ന് കയറാൻ വേണ്ടി ഹോൺ അടിക്കണമെന്നാണ് ചോദിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ക്ഷമയോട് കൂടി കാത്തിരിക്കണം. അവന് മുമ്പേ വരുന്ന വാഹനങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത് അവരെല്ലാം പോയതിന് ശേഷം മാത്രമേ ലെഫ്റ്റ് തിരിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. നോ ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, മനസ്സിലായല്ലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദിസ് സിറ്റുവേഷൻ ബിഫോർ ചേഞ്ചിങ് ദി ലൈൻ ആർ യു ഒബ്ലിഗേറ്റഡ് ടു യൂസ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ സിഗ്നൽ? ഓക്കെ, നമുക്ക് നോക്കാം എന്താണ്. നേരത്തെ വായിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്ത് അങ്ങോട്ടേക്ക് മാറാൻ പോവുകയാണ്. അപ്പോൾ ഇൻഡിക്കേറ്റർ ഇടണമെന്നാണ് ചോദിക്കുന്നത്. ഉറപ്പായിട്ടും നമ്മൾ ഇടണം. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദിസ് സിറ്റുവേഷൻ ആർ യു റിക്വയർഡ് ടു ഇൻഡിക്കേറ്റ് യുവർ ഇൻറ്റൻഷൻ ടു ചേഞ്ച് ദി ട്രാഫിക് ലൈൻ? നമുക്ക് നോക്കാം എന്താണ് സാഹചര്യം കേട്ടോ. യെസ്, ഇതും യെസ് തന്നെയാണ് അതിൻ്റെ ആൻസർ. നമ്മളിത് ആ സ്പീഡിന് വന്നിട്ട് നമ്മൾ വലത്തേക്ക് ലൈൻ ചേഞ്ച് ചെയ്യണം. ആ സമയത്ത് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടണമെന്നാണ് ചോദിക്കുന്നത്. യെസ്, നമ്മൾ ഉറപ്പായിട്ടും ഇടണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദിസ് സിറ്റുവേഷൻ ആസ് യു കണ്ടിന്യൂ ഡ്രൈവിംഗ് ആർ യു ഒബ്ലിഗേറ്റ് ടു ഇൻഡിക്കേറ്റ് യുവർ ഇൻറ്റൻഷൻ ടു ചേഞ്ചിങ് ലൈൻസ്? അതും യെസ് തന്നെയാണ് ആൻസർ കേട്ടോ. നമ്മൾ യാത്ര മുന്നിലേക്ക് തുടരണം. നമ്മൾ ഇനിയിപ്പോൾ ലെഫ്റ്റ് കണ്ട ഇവിടെ കഴിഞ്ഞു, ലെഫ്റ്റിലേക്ക് കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടണമെന്നാണ് പറയുന്നത്. യെസ്, എല്ലാം അത് യെസ് ആണ് അതിൻ്റെ ആൻസർ. സാഹചര്യങ്ങൾ നോക്കുക. ഇഫ് യു ചേഞ്ച് ലൈൻസ് ഓൺ യു ഗോ പാസ്റ്റ് ദിസ് സൈൻ ആർ യു ഒബ്ലിഗേറ്റ് ടു ഇൻഡിക്കേറ്റ് യുവർ ഇൻറ്റൻഷൻ ടു മേക്കിംഗ് സച്ച് എ മാനുവർ? നോക്കാം. യെസ്, എന്ത് സാഹചര്യം വരുന്നാലും നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടേ പറ്റുള്ളൂ. യെസ്, അതിൻ്റെ ആൻസർ യെസ് ആണ്. ഒരേ ക്വസ്റ്റ്യൻ തന്നെ എത്ര രീതിയിൽ ചോദിച്ചു എന്ന് മനസ്സിലാക്കുക. യു ഇൻറ്റൻഡഡ് ടു ചേഞ്ച് ദി ലൈൻ ആർ യു ഒബ്ലിഗേറ്റഡ് ഇൻ ദി സിറ്റുവേഷൻ ടു സിഗ്നൽ ഇറ്റ് എയർലിയർ? അതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. യെസ് ആണ് അതിൻ്റെ ആൻസർ. നമ്മൾ മുൻകൂട്ടി സിഗ്നൽ ഇട്ട് വേണം നമ്മൾ മാറാനായിട്ട്. എന്ന് വെച്ചാൽ 1 കിലോമീറ്റർ മുമ്പേ ഇടേണ്ട കാര്യമില്ല കേട്ടോ. സോ യു ഇൻറ്റൻഡഡ് ടു ചേഞ്ച് ദി ലൈൻ ആർ യു ഒബ്ലിഗേറ്റഡ് ടു യൂസ് ആൻ ഇൻഡിക്കേറ്റർ? യെസ്, ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. പടപടെ പോട്ടെ. ഇൻ ദി പ്രസൻറ്റ് സിറ്റുവേഷൻ ഈസ് ദി ഡ്രൈവർ അലൗഡ് ടു സ്വിച്ച് ഓൺ ദി ഡ്രൈവിംഗ് beam? Okay, in the present situation driver allowed to switch on the driving beam.
നോ. കാര്യം നല്ല വിസിബിലിറ്റിയാണ്, നമ്മുടെ സാധാ ഡേ ടൈം റണ്ണിങ് ലൈറ്റ് വെച്ച് നമുക്ക് ഓടിക്കാൻ പറ്റും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദി സിറ്റുവേഷൻ ഷുഡ് യു സിഗ്നൽ യുവർ ഇൻറ്റൻഷൻ ടു ചേഞ്ച് ലൈൻ വിത്ത് ദി റൈറ്റ് ടേൺ സിഗ്നൽ? എന്താണ് സാഹചര്യം എന്ന് നമുക്ക് നോക്കാം. ഇൻ ദി സിറ്റുവേഷൻ ഷുഡ് യു സിഗ്നൽ യുവർ ഇൻറ്റൻഷൻ ടു ചേഞ്ച് ദി ലൈൻ വിത്ത് ദി റൈറ്റ് ടേൺ സിഗ്നൽ? ഉറപ്പായിട്ടും നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വലത്തേക്ക് തിരിയണം. കാര്യം ട്രാക്ക് തീരുകയാണ്. കണ്ട ഇവിടെ കണ്ട അത് റോഡ് നാരോ ആയി ജോയിൻ്റായി മാറുകയാണ്, ഒറ്റ റോഡായിട്ട് മാറുകയാണ്. സോ നമ്മൾ ഇവിടെ ഇനി മുമ്പിലേക്ക് പോയ റോഡ് ഉണ്ടാവില്ല. നമ്മൾ ഇൻഡിക്കേറ്റർ റൈറ്റ് മാറുമ്പോൾ റൈറ്റ് ഇടണം. യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദിസ് സിറ്റുവേഷൻ ഷുഡ് യു സിഗ്നൽ ദി ഓവർടേക്കിംഗ് മാനുവർ വിത്ത് ദി അപ്രോപ്രിയേറ്റ് ടേൺ സിഗ്നൽ? നോക്കാം നമുക്ക് എന്താണ് സാഹചര്യം. ഓക്കെ, നമ്മളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഫ്രണ്ടിലൊരു ബൈക്കുകാരനുണ്ട്. നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് മാറി. സോ ഡെഫിനറ്റ്ലി നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടേ പറ്റുള്ളൂ. ഇൻ ദി സിറ്റുവേഷൻ ഷുഡ് യു സിഗ്നൽ ദി ഓവർടേക്കിംഗ് മാനുവർ വിത്ത് ദി അപ്രോപ്രിയേറ്റ് ടേൺ സിഗ്നൽ? യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു ഇൻറ്റൻഡഡ് ടു ടേൺ ലെഫ്റ്റ് അറ്റ് ദി ക്രോസ് റോഡ്സ്, മസ്റ്റ് യു സിഗ്നൽ ദിസ് മാനുവർ വിത്ത് എ ലെഫ്റ്റ് ടേൺ സിഗ്നൽ? നമുക്ക് എന്താണ് നോക്കാം സാഹചര്യം. യെസ്, നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടേ പറ്റുള്ളൂ കേട്ടോ. ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയിരുന്നാലും എവിടെ പോകണമെങ്കിലും ഇൻഡിക്കേറ്റർ ഇട്ടേ പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദിസ് സിറ്റുവേഷൻ ആർ യു റിക്വയർഡ് ടു യൂസ് എ സൗണ്ട് സിഗ്നൽ ടു അലേർട്ട് ചിൽഡ്രൻ ദാറ്റ് യു ആർ അപ്രോച്ചിങ് ദി പെഡസ്ട്രിയൽ ക്രോസിംഗ്? ഈ സാഹചര്യങ്ങളിൽ കുട്ടികളെ പിന്നെ എന്താ പറയുക, അവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെഡസ്ട്രിയനിൽ എത്തുകയാണെന്ന് പറഞ്ഞ് ഹോൺ അടിച്ച് കേൾപ്പിച്ച് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ, അങ്ങനെ ചെയ്യാൻ പാടില്ല. നോ ആണ് എൻ്റെ ആൻസർ. പെഡസ്ട്രിയനിൽ കൂടി ആര് പോയാലും അവരെ നമ്മൾ കയറ്റി വിടണം, നമ്മൾ വെയിറ്റ് ചെയ്യണം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു ഇൻറ്റൻഡഡ് ടു ടേൺ റൈറ്റ് അറ്റ് ദി ക്രോസ് റോഡ്, മസ്റ്റ് യു സിഗ്നൽ ദിസ് മാനുവർ വിത്ത് എ റൈറ്റ് ടേൺ സിഗ്നൽ? നമുക്ക് നോക്കാം എന്താണ് കേട്ടോ. നമ്മളിതാ ലെഫ്റ്റ് ട്രാക്കിൽ കൂടെ പോയി റൈറ്റ് ട്രാക്കിൽ കയറി നമ്മൾ റൈറ്റ് തിരിയാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഉറപ്പായിട്ട് ഇട്ടേ പറ്റുള്ളൂ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ യു അലൗഡ് ടു യൂസ് ദി ഹെഡ് ലൈറ്റ്സ് ഇൻ ദിസ് സിറ്റുവേഷൻ? നോക്കാം നമുക്ക്. ഹെഡ് ലൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഇത് സാധാരണ ടണലിനകത്തൂടെയൊക്കെ പോകുമ്പോഴായിരിക്കും കേട്ടോ. ആർ യു അലൗഡ് ടു യൂസ് ദി ഹെഡ് ലൈറ്റ്സ് ഇൻ ദിസ് സിറ്റുവേഷൻസ്? നോ, ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദിസ് സിറ്റുവേഷൻ വെൻ ടേണിംഗ് റൈറ്റ് യു ഒബ്ലിഗേറ്റ് ടു സിഗ്നൽ ദിസ് മാനുവർ വിത്ത് എ ടേൺ സിഗ്നൽ? നമുക്ക് എന്താണെന്ന് നോക്കാം, സംഭവം എന്താണെന്ന് നോക്കാം. നമ്മൾ പോവുകയാണ്, ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ. നമ്മൾ വലത്തേക്ക് തിരിയുകയാണ്. ഈ വെച്ചേക്കുന്ന ഒരു സൈൻ ബോർഡ് കണ്ട, ഇത് നോ എൻട്രി ആണ്. ഓതറൈസ്ഡ് വെഹിക്കിൾസ് ഓൺലി ക്യാൻ ഗോ എഹെഡ്. ഈ ഒരു റെഡ് പിന്നെ വളയത്തിനകത്ത് വൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോ എൻട്രി ബോർഡാണ്. പക്ഷേ ഓതറൈസ്ഡ് വണ്ടികൾക്ക് മാത്രം പോകാൻ പറ്റിയ ഒരു റോഡാണ്. അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഫൈൻ കിട്ടും കേട്ടോ. ഞാൻ ഡെലിവറിയൊക്കെ പോകുമ്പോഴത്തേക്ക് പോയിട്ട് ഫൈൻ കിട്ടിയിട്ടുണ്ട് കാറും കൊണ്ട്. ഓക്കെ, സോ ഇൻ ദിസ് സിറ്റുവേഷൻ വെൻ ടേണിംഗ് റൈറ്റ് ആർ യു ഒബ്ലിഗേറ്റ് ടു സിഗ്നൽ ദിസ് മാനുവർ വിത്ത് എ ടേൺ സിഗ്നൽ? യെസ്, നമ്മൾ ബാധ്യസ്ഥതയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. 91ാമത്തെ ചോദ്യം, വെൻ ചേഞ്ചിങ് ലൈൻസ് ഓൺ ആൻ അൺമാർക്ക്ഡ് റോഡ് വേ ആർ യു എക്സംപ്റ്റ് ഫ്രം സിഗ്നലിംഗ് ദിസ് മാനുവർ വിത്ത് ദി അപ്രോപ്രിയേറ്റ് ടേൺ സിഗ്നൽ? വെൻ ചേഞ്ചിങ് ലൈൻസ് ഓൺ ആൻ unmarked roadway are you exempt from signaling this manner with appropriate turn signal? നോ ആണ് കേട്ടോ, എക്സംപ്റ്റ് ആണോ ചോദിച്ചേക്കുന്നത്. എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്. സോ നമ്മൾ ഈ പ്രോപ്പറായിട്ട് മാർക്കിങ് കാര്യങ്ങളൊന്നും ചെയ്യാത്തൊരു റോഡ്, ആ റോഡിൽ നമ്മൾ ഇടത്തേക്ക് ചേർന്ന് നിന്ന് പോകുമ്പോഴോ വലത്തേക്ക് പോകുമ്പോഴോ തിരിയുമ്പോഴോ പിടിക്കുമ്പോഴോ എപ്പോഴും നമ്മൾ സിഗ്നൽ എന്താ പറയുക മസ്റ്റായിട്ട് ഇടണം. അപ്പോൾ അത് ആ ഒരു രീതിയിൽ നമ്മൾ എക്സംപ്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ നോ ആണ് അതിൻ്റെ ആൻസർ. യെസ്. ഓക്കെ, സോ ഇൻ ദിസ് സിറ്റുവേഷൻ ആർ യു ഒബ്ലിഗേറ്റ് ടു യൂസ് ദി സൗണ്ട് സിഗ്നൽ ടു വാൺ ചിൽഡ്രൻ നോട്ട് ടു റൺ ഇൻ ടു ദി റോഡ് വേ? ഇത് നമ്മൾ മസ്റ്റ് നോക്കണം കേട്ടോ. ഇത് നമ്മൾ ഈ വീഡിയോ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് നോക്കണം. കൺഫ്യൂഷനായിട്ടുള്ളൊരു ചോദ്യമാണ്. ഐ തിങ്ക് ഒരു പന്ത് വന്ന് തലയിൽ കൂടെ വീണതായിരിക്കും.
അപ്പോൾ അതിൻ്റെ ആൻസർ നോ ആണ്. നമ്മൾ ഹോൺ അടിച്ച് വെറുതെ അവരെ പേടിപ്പിക്കാൻ പാടില്ല. ഓക്കെ, അവർ അവിടെ നിന്നോളും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് യു ഇൻറ്റൻഡഡ് ടു ടേൺ റൈറ്റ് അറ്റ് ദി നിയറസ്റ്റ് ജംഗ്ഷൻ ഡു യു ഹാവ് ടു സിഗ്നൽ ദിസ് മാനുവർ വിത്ത് എ ടേൺ സിഗ്നൽ? ഓക്കെ, നോക്കാം നമുക്ക് എന്താണ് സാഹചര്യം. If you intended to turn left at the nearest junction, do you have to signal this maneuver with a turn signal? Next junction, yes. എവിടെ തിരിഞ്ഞാലും പിടിച്ചാലും നമ്മൾ സിഗ്നൽ ഇടണം. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു ഇൻറ്റൻഡഡ് ടു ടേൺ റൈറ്റ്, ഡു യു ഹാവ് ടു സിഗ്നൽ യുവർ ഇൻറ്റൻഷൻ വിത്ത് എ റൈറ്റ് ടേൺ സിഗ്നൽ? നമുക്ക് വലത്തോട്ടാണ് തിരിയുന്നതെങ്കിൽ വലത്ത് ഇൻഡിക്കേറ്റർ ഇടണം. നോക്കാം. യെസ്, ഉറപ്പായിട്ടും ഇടണം. സിഗ്നൽ ഓൺ ആയാലും ഇല്ലെങ്കിലും നമ്മൾ ഇടണം. കുത്തിയത് മാറിപ്പോയി. യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദിസ് സിറ്റുവേഷൻ ആർ യു അലൗഡ് ടു യൂസ് ദി സൗണ്ട് സിഗ്നൽ? ഈ സാഹചര്യത്തിൽ നമ്മൾ ഹോൺ അടിക്കാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. അനുവദനീയമാണോ? സാഹചര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. നോ, ഒരിക്കലും പാടില്ല. പെഡസ്ട്രിയൻ വഴി പോകുമ്പോൾ അവരെ ഹോൺ അടിച്ച് ശല്യം ചെയ്യാൻ പാടില്ല. നോ ആണ് എൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത, ആർ യു ഒബ്ലിഗേറ്റഡ് ടു യൂസ് ലോ ബീം ലൈറ്റ്സ് ഇൻ ദിസ് സിറ്റുവേഷൻ? നമുക്ക് ആ സാഹചര്യം എന്താണെന്ന് നോക്കാം. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ സമയത്ത് നമ്മൾ ലോ ബീം ലൈറ്റ് മാത്രമേ ഇടാവുള്ളൂ. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. യെസ് ആണ് അതിൻ്റെ ആൻസർ കേട്ടോ. ആർ യു ഒബ്ലിഗേറ്റഡ് ടു യൂസ് ലോ ബീം ലൈറ്റ്സ് ഇൻ ദിസ് സിറ്റുവേഷൻ? ഹൈ ബീം ഇട്ട് കഴിഞ്ഞാൽ ഈ വാഹനത്തിന് കാണാൻ പറ്റില്ല. സോ അടുത്ത ക്വസ്റ്റ്യൻ, ആർ യു അലൗഡ് ഇൻ ദി സിറ്റുവേഷൻ ടു ഡ്രൈവ് എ വെഹിക്കിൾ വിത്ത് ഹൈ ബീം ലൈറ്റ് സ്വിച്ച് ഓൺ? ഈ സാഹചര്യത്തിൽ ഹൈ ബീം ലൈറ്റ് ഇട്ട് ഓടാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. നല്ല വെട്ടമുള്ള വെളിച്ചമുള്ള സ്ഥലത്ത് ഹൈ ബീം ലൈറ്റ് ഇട്ട് ഓടുന്നതിൻ്റെ ആവശ്യം തോന്നുക? നോ. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഈ ഒരു ലെസണിലെ. ആർ യു ഒബ്ലിഗേറ്റഡ് ടു യൂസ് ദി ലോ ബീം ലൈറ്റ്സ് ഇൻ ദിസ് സിറ്റുവേഷൻ? അതായത് ഒരു ബിൽട്ടപ്പ് ഏരിയ കഴിഞ്ഞിരിക്കുകയാണ്. ലോ ബീം ലൈറ്റ് ഈ സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണോ എന്നാണ് കേട്ടോ. ഉറപ്പായിട്ടും ബാധ്യസ്ഥനാണ്. കാര്യം എന്താണ്? ഓപ്പോസിറ്റൊക്കെ വണ്ടികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹൈ ബീം ഓണാക്കാൻ പാടില്ല. യെസ് ആണ് അതിൻ്റെ ആൻസർ. സോ നമ്മളങ്ങനെ മൂന്നാമത്തെ ലെസൺസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട്, നാലാമത്തെ ലെസണിൻ്റെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാരൊക്കെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യുക. ബൈ.